നമുക്ക് അധികം മുഖവരിയൊന്നുമില്ലാതെ നേരെ തുടങ്ങാം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെഷൻ വെച്ചതിൽ മാതൃഭൂമിക്ക് നന്ദി പറയുന്നു. മാധ്യമങ്ങളുടെ മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകണ്ഠൻ നായർ 6 വർഷത്തിനുള്ളിൽ ഒരു ചാനൽ ഭയങ്കര സക്സസ്ഫുൾ ആക്കിയെടുത്തു. 70 അടുക്കുന്നു പ്രായം. ഞാൻ ഈ 70 അടുക്കുന്ന പ്രായം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് 65 ആണെന്ന് തിരുത്തണം തോന്നിയില്ലേ? ഒന്നുമില്ല. അല്ല, പക്ഷെ ഇതെന്താ 5 വർഷം കൂടെ വേണം 70 ആവാൻ. ഞാൻ മനഃപൂർവ്വം പറഞ്ഞ കാരണം എന്താ അറിയോ, പലപ്പോഴും മലയാളത്തിലെ ചാനലുകൾ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ തിരുത്തണം തോന്നും. പറയുന്നത് ടെക്നിക്കലി കറക്റ്റാണ്. 75 അടുക്കുന്ന പ്രായം, 65 കഴിഞ്ഞിട്ടാണല്ലോ 75 വരുന്നത്. ബട്ട് യുവർ ഓൺലി 65. ഞാൻ താങ്കൾ ഈ പ്രായം പറഞ്ഞപ്പോഴേ നമ്മുടെ കാണുന്നവർക്ക് ഒരു സംശയം തോന്നണ്ടെന്ന് വിചാരിച്ച് ഞാൻ കറക്റ്റ് അങ്ങ് പറയാം. കേരളത്തിൽ എൻ്റെ കാലഘട്ടത്തിൽ ജനിച്ചവരെല്ലാം മെയ്യിൽ ജനിച്ചവരാണ്. നിങ്ങൾക്കറിയാം, ഹെഡ് മാസ്റ്റർ ഫിക്സ് ചെയ്തിട്ടുള്ള സമയമാണ്. അങ്ങനെ ഒരു മെയ് 25 1959 ജനിച്ചത്. കണക്ക് കൂട്ടിയാൽ 65 വയസ്സ് കടക്കുന്നു. അപ്പോൾ 70 കടക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ അഭിമാനിക്കും. കാര്യം അത്രയും കൂടുതൽ ഓണം ഞാൻ ഉണ്ടല്ലോ. ഞാൻ ആക്ച്വലി മനഃപൂർവ്വം തെറ്റിച്ച് പറഞ്ഞാണ്. കാരണം ഐ നോ യു ആർ 65. ഐ തിങ്ക് യു ആർ 65. കാരണം ഇത് 75 അടുക്കുന്നു എന്ന് പറയുമ്പോൾ ടെക്നിക്കലി കറക്റ്റാണ്, പക്ഷേ ശരിയല്ല. ഇങ്ങനത്തെ പല അർദ്ധസത്യങ്ങളും പല നുണകളും മാധ്യമങ്ങളിൽ കാണുന്ന സമയത്ത് ജനങ്ങൾക്ക് ആക്ച്വലി തിരുത്താൻ തോന്നുന്നു. ബട്ട് ദേ ആർ പവർലെസ്. അവർക്ക് അവരുടെ ടെലിവിഷനിൽ റിമോട്ടിൽ ഈ ബട്ടൺ മാറ്റാം. പക്ഷെ ഇപ്പോൾ ബട്ടൺ മാറ്റിയാലും കാര്യമില്ല, കാരണം അപ്പുറത്തെ ചാനലിലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഇത് ഒരു പ്രശ്നമായിട്ട് ഒരു മീഡിയ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നുള്ള നിലയിൽ ഐ എം ഷുവർ യു നോ. പക്ഷെ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇത് എത്രത്തോളം പ്രശ്നമാണ്? നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പുസ്തകം വാർത്തകൾ ഇതുവരെ എന്നൊരു പുസ്തകമൊക്കെ പ്രകാശനം ചെയ്തിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വാർത്താ ചാനലിലേക്ക് അത്യാവശ്യം വാർത്തകളുമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട് 6 വർഷം കഴിയുന്നു. ശരിക്കും നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ ഈ വാർത്താ പ്രക്ഷേപണത്തിൽ ചില മാറ്റങ്ങൾ, പ്രകടമായ ചില മാറ്റങ്ങൾ 24 ആണ് കൊണ്ടുവന്നത്. മോഡറേറ്റർ പറയുന്നത് പോലെ വാർത്തകളിൽ ജനങ്ങൾക്ക് ഇടപെടാൻ കൂടുതൽ സാഹചര്യമുണ്ട് എന്നൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ശരിക്കും ഈ യൂട്യൂബ് വായിക്കുന്ന പരിപാടി ശരിക്കും ടെലിവിഷൻ ചാനലിൽ വളരെ കാര്യമായിട്ട് തുടങ്ങി വെച്ച ഒരാൾ ഞാൻ തന്നെയാണ്. ആദ്യം ഇത് നമ്മുടെ വാർത്താ ദുരന്തന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. വാർത്തകൾ പറയുന്നതിനിടയിൽ യൂട്യൂബിൽ കാര്യങ്ങൾ പറഞ്ഞ് രസിക്കണോ അഭിനമിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് സമ്മതിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാധ്യമം എന്നുള്ളതിൽ യൂട്യൂബും വാട്സപ്പും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. കാര്യം ഒരു വാർത്ത തെറ്റാണ്, ഒരു വാർത്ത കുഴപ്പമാണ് എങ്കിൽ അത് ആളുകൾക്ക് നമ്മളെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരമാണ് യൂട്യൂബിലൂടെയുള്ള സന്ദേശങ്ങളിൽ. എൻ്റെ മാതൃഭൂമി ന്യൂസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ വാർത്താ ചാനലിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ജനങ്ങളുടെ അഭിപ്രായം അത് ഒരുപക്ഷെ ഒരു അറിവുമില്ലാതെ പറഞ്ഞാൽ പോലും നിങ്ങളതൊന്ന് അന്വേഷിക്കണം. ആ പറയുന്നതിനകത്ത് കഴമ്പുണ്ട്. അപ്പോൾ ഈ വാർത്താ ചാനലിലെ വാർത്തകളിൽ ഇടപെടാനും ഞാൻ ഒരു സത്യം കൂടി പറയാം. എല്ലാ ദിവസവും രാവിലെ നാട്ടുകാർ എൻ്റെ മോന്ത കാണാൻ വിധിക്കപ്പെട്ടവരാണ്. 7 മണിക്ക് ഒരു മോർണിംഗ് ഷോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഈ മോർണിംഗ് ഷോയിൽ വരുന്ന സമയത്ത് എൻ്റെ റിപ്പോർട്ടേഴ്സിന് കിട്ടാത്ത വാർത്തകളെല്ലാം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നത് പലപ്പോഴും ഈ യൂട്യൂബിൽ പ്രതികരിക്കുന്ന ആളുകളാണ്. മൈലാപ്പൂരിൽ ഒരു വണ്ടി അപകടം ഉണ്ടായി, 4 പേര് മരിച്ചു, താങ്കൾ അറിഞ്ഞില്ലേ? അതുപോലെ മൈലത്തൊരു ടാങ്കർ ലോറി മറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ? മറ്റേ സ്ഥലത്ത് 2 പേര് മരിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ? എന്ന് പറയുമ്പോഴാണ് നമ്മൾ ന്യൂസ് ഡെസ്കിനോട് ചോദിക്കുന്നത്, ഇങ്ങനെയുള്ളൊരു 3 വാർത്ത നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, പ്രേക്ഷകനും പ്രക്ഷേപകനും ഏതാണ്ട് തോളിൽ കയറ്റി നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ സംസാരം നടത്തുന്നത്. ഇനി 1 മണിക്കുള്ള സംസാരം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ 1 മണി എൻ്റെ തലയിലെഴുത്താണെന്ന് എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും മാതൃഭൂമി മഹാമനസ്കതയോട് എനിക്ക് തന്നത് ഈ 1 മണി തന്നെയായിരുന്നു. DC രവി കോഴിക്കോട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയപ്പോഴും അദ്ദേഹം വളരെ അനുകമ്പയോടെ എനിക്ക് അനുവദിച്ചു തന്നത് ഉച്ചയ്ക്ക് 1 മണിയായിരുന്നു. എൻ്റെ കൂടെ അത് അനുഭവിക്കാൻ ഡോക്ടർ ശശി തരൂർ ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷമായി. അങ്ങേർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. എന്നാലും ഈ 1 മണി ഉച്ച നേരം ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. എന്നാലും നിങ്ങൾ ഈ വാർത്തയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെന്ന് എനിക്കറിയാം. ഞാനതുകൊണ്ട് പറയുന്നൊരു കാര്യം, ഒരു കാലത്തും ഇല്ലാത്തതുപോലെ വാർത്തകളിൽ ഇടം പിടിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്ന ഒരു കാലമാണിത്. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ മാധ്യമം ഇത്രയും പ്രചാരത്തിലായതോടെ ഈ വാർത്തകൾ നമ്മൾ വാട്സപ്പ് വഴിയും മൊബൈൽ ഫോൺ വഴിയൊക്കെ അറിയുന്ന ഈ കാലത്ത് പ്രത്യക്ഷമായിട്ട് വാർത്തകളിൽ ഇടപെടാൻ നാട്ടുകാർക്ക് കഴിയും. അതിൻ്റെ മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. വലിയ മത്സരം, കടുത്ത മത്സരം ഇപ്പോൾ വാർത്താ ചാനലുകളിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ ഒരു ടെലിവിഷൻ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ടെലിവിഷൻ ചാനലിലെ വരുമാനമൊക്കെ. അപ്പോൾ ഈ വരുമാനമില്ലാത്ത ചാനലുകൾ പെട്ടെന്ന് തന്നെ പൂട്ടിപ്പോവും എന്ന കാര്യത്തിൽ സംശയമില്ല.
ചില ഹോട്ടലിൽ ഊണ് കഴിക്കാൻ ആളില്ലേ, ഹോട്ടലിൽ പൂട്ടുന്ന പോലെ പെട്ടെന്ന് പൂട്ടും, അതിവേഗം പൂട്ടിപ്പോവും. അങ്ങനെ പൂട്ടാതിരിക്കണമെങ്കിൽ ഈ വാർത്തകളോട് കുറച്ചൊരു സത്യസന്ധത പുലർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ജനങ്ങൾ ഇത് റിജക്റ്റ് ചെയ്യും. ഞാനൊരു 40 കൊല്ലത്തോളം ഇലക്ട്രോണിക് മീഡിയയിൽ വന്നിട്ട്, ഈ ഇലക്ട്രോണിക് മീഡിയയിൽ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടെലിവിഷൻ ചാനലോ ഒരു റേഡിയോ മാധ്യമമോ ഒരു ശ്രോതാവോ പ്രക്ഷേപകനോ അല്ലെങ്കിൽ പ്രേക്ഷകനോ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ തിരിച്ചു വരാനേ പറ്റത്തില്ല. അതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി വളരെ കെയർഫുള്ളാണ്. എൻ്റെ ആളുകളും വളരെ കെയർഫുള്ളായിട്ട് പെരുമാറണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ ഉച്ചയ്ക്ക് സെഷൻ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് സ്ലോട്ട് ആരും ക്യാപ്ചർ ചെയ്യാത്തൊരു ന്യൂസ് സ്ലോട്ട് അക്സെപ്റ്റ് ചെയ്തല്ലോ. പ്രമോദിനോടൊക്കെ ചോദിച്ചാലേ അറിയാൻ പറ്റൂ. വൈരാഗ്യം ചെയ്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കും ആൾക്കാരെ പിടിച്ചിരുത്താൻ ശ്രീകണ്ഠൻ നായർക്ക് പറ്റുന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത്. അല്ല, അങ്ങനെയാവണമെന്നില്ല. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കല്യാണം ഉണ്ടായിരുന്നു, താങ്കൾ പറഞ്ഞിട്ടുണ്ടാവല്ലോ. ആ കല്യാണത്തിന് കൂടി അത് കഴിഞ്ഞ് ഇവിടെ കൂടാമെന്നാണ് വിചാരിച്ചത്. ആയിക്കോട്ടെ. രാജഗോപാൽ, ഞങ്ങൾ ഒരു നാഷണൽ ലെവലിൽ നിന്നിട്ട് മീഡിയനെ അനലൈസ് ചെയ്യുന്ന ഒരാളാണ് രാജഗോപാൽ. ആൻഡ് യു ഹാവ് എ വെരി മൈക്രോ വ്യൂ ഓഫ് കേരള ഓൾസോ. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സ്വീകാര്യമാണ്? കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ വിമർശനത്തെയൊക്കെ വളരെ പോസിറ്റീവായി സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇൻ ജനറൽ കേരളത്തിലെ മാധ്യമങ്ങളെ പറ്റിയിട്ട് രാജഗോപാലിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ടെലിവിഷൻ ചാനൽ കാണാറില്ല. പത്രങ്ങളും വളരെ കുറച്ച് വായിക്കാറുള്ളൂ. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അതിന്? അതുകൊണ്ട് പറയാം. അതിന് പ്രത്യേകിച്ച് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് പറഞ്ഞിട്ടില്ല, അപ്പോൾ അവരെന്നെ ഒളിച്ചു വയ്ക്കുകയാണ്. പ്രധാനമായ പ്രശ്നം, ഐ ഡോണ്ട് കൺസിഡർ ദിസ് ഇൻഡിസ്പെൻസിബിൾ. ഇതില്ലാതെ ഒരു ഓക്സിജൻ പോലെ ഞാൻ 21 വയസ്സ് വരെ ഞാൻ കേരളത്തിൽ പഠിച്ച് 89 പുറത്തു പോയിട്ട് ഞാൻ 30 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. അന്ന് ഇത് ജീവശ്വാസമല്ല, പത്രം വായിക്കാതെ, അതായത് അന്നൊരു അമേരിക്കൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു വലിയ പരസ്യം ഉണ്ടായിരുന്നു, ഡോണ്ട് സ്റ്റെപ്പ് ഔട്ട് വിത്തൗട്ട് അസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് വിസൈഡാണെന്നോ. അതുപോലെ ഡോണ്ട് സ്റ്റെപ്പ് ഔട്ട് വിത്തൗട്ട് റീഡിങ് ന്യൂസ് പേപ്പർ എന്നുള്ളത് നമ്മുടെ സർവൈവൽ കിറ്റിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ദ നീഡ് ടു. അതിന് പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. ജനങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു ഹിസ്റ്ററിയിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഏത് ജനം എന്നൊരു പ്രശ്നമുണ്ട്. ജോസ് പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു മലയാളിയെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് മലയാള പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഈ ആഴ്ച എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജോസ് പാപ്പച്ചനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഉത്തർപ്രദേശിൽ ബറേലിയിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺവേർഷൻ ചെയ്തു എന്ന് പറഞ്ഞ് 5 വർഷം തടവ് വിധിച്ചാണ്. മലയാളത്തിലെ ഒരൊറ്റ പത്രം പോലും, മലയാളികളാണ് അവർ, പത്തനംതിട്ട സ്വദേശികളാണ്, മലയാളത്തിലെ ഒരൊറ്റ ജനയുഗമൊഴിച്ച് ഒരൊറ്റ പത്രം പോലും അത് പേജ് വണ്ണി കൊടുത്തില്ല എന്ന് മാത്രമല്ല, മാതൃഭൂമി 8-ാം പേജിൽ ഏറ്റവും താഴെ മനോരമ, എനിക്കറിഞ്ഞിടത്തോളം ആദ്യത്തെ ദിവസം മനോരമ റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. റബ്ബറിന് വില കൂടുമ്പോഴും റബ്ബറിന് വില കുറയുമ്പോഴും കള്ളിന് വില കൂടുമ്പോഴും ഇവിടെ നലറുന്ന നമ്മുടെ മാധ്യമങ്ങൾ എവിടെ പോയി? ഞാൻ ടെലിവിഷൻ കാണാത്തതുകൊണ്ട് എത്ര ടെലിവിഷൻ ചാനൽസ് റിപ്പോർട്ട് ചെയ്ത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിസ് ഡസൻറ്റ് അഫക്റ്റ് മീ. ദ മീഡിയ ഇൻ കേരള ഡസ് നോട്ട് അഫക്റ്റ് മീ അറ്റ് ഓൾ. കാര്യം ഞാൻ PSC ടെസ്റ്റ് എഴുതുന്നില്ല, ആ സമയം കഴിഞ്ഞു പോയി. ഞാൻ ഈ കല്യാണം കഴിക്കാനും തീരെ വൈകിപ്പോയി, കല്യാണം കഴിച്ചു പോയി ഓൾറെഡി. അതുകൊണ്ട് ഈ കല്യാണ പരസ്യം കണ്ടിട്ട് എനിക്ക് നേടാനില്ല. ഇനി ആരെങ്കിലുമൊക്കെ മരിച്ചു എന്നറിയാൻ എനിക്ക് താല്പര്യം. രാവിലെ ഇപ്പം ഞാൻ കാണുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും പണ്ട് ഞങ്ങൾ ചെറുതാകുമ്പോൾ ചിലർ സ്പോർട്സ് നോക്കുമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അരാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞ് ചില ചർച്ചകളിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, ആദ്യം നമ്മൾ പ്രധാന വാർത്തകൾ വായിക്കണം എന്നൊക്കെ ചിലർ അഭിപ്രായം. അതൊരു അഭിപ്രായം. പക്ഷെ ഇന്ന് ഞാൻ കാണുന്നത് ആദ്യം പലരും നോക്കുന്നത് ആരൊക്കെ മരിച്ചു, നമുക്കറിയാവുന്ന ആരെല്ലാം മരിച്ചു, എവിടെയൊക്കെ സഞ്ചയനത്തിന് പോകണം, എവിടെ പോയി ഇഡലിയും വടയും കഴിക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട. അപ്പോൾ അത് ഞാനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആൾ നമ്മുടെ ജീവിതത്തിൽ മരിക്കും. അപ്പോൾ എനിക്ക് എന്താണ് ഈ പത്രത്തിൽ നേടുന്നത്? പിന്നെ ഒരു പ്രധാന കാര്യം, ഈ ആരാണ് ഈ ജനം എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ച, ഇത് ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം മലയാള മനോരമ പേജ് 1 നിങ്ങൾക്ക് അറിയാവുന്ന വരുമാനാനന്ദം എന്ന് പറഞ്ഞൊരു ഫുൾ പേജ്. എന്താണ് അതിനകത്ത് ആനന്ദമുള്ളത്? നമ്മുടെ ഇവിടെ ടാക്സ് കൊടുക്കുന്നത് 50 ലക്ഷം പേരാണ്. ഈ 50 ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ്റെ 0.3%. ഇവർക്ക് തന്നെ എത്ര ആനന്ദം കിട്ടുന്ന അറിയില്ല. ഇവർക്ക് ഇഷ്ടം പോലെ ഇപ്പോഴും ആനന്ദമുണ്ട്. ഈ ആനന്ദം ഒരു ഫുൾ പേജിനകത്ത് ഒരു ദൂരദർശനോ ഒരു സർക്കാരിൻ്റെ ഒരു എന്താ പറയണ്ടത്, ഇപ്പം റഷ്യയിൽ സോവിയറ്റ് യൂണിയനിന് പ്രാവ്ഡ പോലും പറയാത്ത രീതിയിൽ പ്രോപ്പഗൻഡ നടക്കുകയാണ്, നേക്കഡ് പ്രോപ്പഗൻഡ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പത്രമാണ്.
ഐ ഡോണ്ട് വോണ്ട് ടു റീഡ് ഇതുകൊണ്ടെങ്കിൽ എനിക്ക് പ്രസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ വാർത്ത വായിച്ചാൽ പോരെ. അപ്പോൾ ഈ 0.3 ജനങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. കാര്യം അത് ഇതൊരു ഒരു മൈനസ്കൂൾ മൈനോറിറ്റി ഓഫ് ദ മൈനോറിറ്റി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള പത്രങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് പൊതുവിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ മീഡിയ ഒരുപാട് അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു ഡിഫൻസ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അത് 3 തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നിങ്ങൾ സെലക്ഷൻ ഓഫ് വാർത്തകൾ, എസ്പെഷ്യലി നമ്മൾ മലയാളത്തിൽ വരുവാണെങ്കിൽ, ചാനലുകൾ വരുവാണെങ്കിൽ എന്താണ് നമ്മൾ വാർത്തയാക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് ഒരു വാർത്തയെ എടുത്തൊരു സ്പെക്ടക്കിൾ ആക്കുന്നു, എന്നിട്ട് ആ സ്പെക്ടക്കിളിൻ്റെ പുറകെ നമ്മളൊരു 7 ദിവസം പോകുന്നു. ഒരു സമാധി വാർത്ത അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവർ മരിക്കുന്ന വാർത്ത, അതൊരു 7 ദിവസത്തെ വാർത്തയായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ മറ്റു പല വാർത്തകളും കാണുന്നില്ല. 2, പേഴ്സണൽ ബ്രാൻഡുകളായിട്ട് ജേർണലിസ്റ്റുകൾ പലപ്പോഴും വരുന്നു. അവരുടെ എല്ലാ ബയസും വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ ഒഴുകുന്നു. ഇത് രണ്ടും ഒരു കനപ്പെട്ട. പിന്നെ മൂന്നാമതൊരു പ്രശ്നം, ഈ അന്തിച്ചർച്ച ഫോർമാറ്റ് ആസ് എ ഫോർമാറ്റ്. ഇപ്പോൾ പണ്ട് ഏഷ്യാനെറ്റിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു തമാശയുണ്ട്. ഇന്നത്തെ പ്രൈം ടൈം ഡിബേറ്റ് നടക്കുന്നത് വാരണാസിയിൽ വെച്ചിട്ടാണ്. കൂടെ പങ്കെടുക്കുന്ന എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ജോസഫ് സി മാത്യു, ഉമേഷ് സി. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് അഗെയിൻസ്റ്റ് ദോസ് ഇൻഡിവിജ്വൽസ്. ദേ ആർ ലൈക്ക് നല്ല ആൾക്കാർ തന്നെയാണ്. പക്ഷേ എല്ലാ ദിവസവും ഒരേ സെറ്റ് ഓഫ് ആൾക്കാർ വരുന്നു. ഇതിപ്പോൾ മാറി കുറച്ചും കൂടി ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ അവതാരകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയായിട്ട് മാറുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, സെലക്ഷൻ ഓഫ് ന്യൂസ്, ബയസ് ഓഫ് ആങ്കേഴ്സ് ആൻഡ് അന്തിച്ചർച്ചയുടെ ആ ഒരു ഫോർമാറ്റ്, ഇത് 3ലും എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ അല്ലേ? രാജഗോപാൽ ഒരു സത്യം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് കാലമായി പത്രം വായിക്കുന്നില്ല, മലയാള പത്രം പ്രത്യേകിച്ച് വായിക്കുന്നില്ല, ടെലിവിഷൻ ചാനലും കാണുന്നില്ല. നന്നായി. കാരണം പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതായത് ഞാനിവിടെ വന്ന് മാതൃഭൂമിക്ക് ഗുണം ചെയ്തില്ലെങ്കിലും മാതൃഭൂമി പത്രവും മനോരമ പത്രമൊക്കെ അച്ചടിച്ചിറക്കുന്നത് ആൾക്കാർ വായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യമുണ്ട്. ഞാൻ തന്നെ വീട്ടിൽ മലയാള മനോരമ പത്രം വരുത്തുന്നുണ്ട്. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇവരെ കൊണ്ട് ഇതൊക്കെ ഒന്ന് വായിപ്പിക്കാൻ. അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ പത്രവായന കുറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പത്ര മാനേജ്മെൻറ്റുകൾക്ക് ഏറ്റവും വലിയ ടെൻഷൻ പിടിച്ച കാലമാണ്. ടെലിവിഷനിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ നിങ്ങളോട് ചില സത്യങ്ങൾ പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചാണ് കൊച്ചിയിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തകളെ വലിയൊരു പരിധിവരെ 24-ൻ്റെ വാർത്തകൾ സ്വാധീനിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വാർത്താ ചാനലുകളുടെ 24-നകത്ത് വന്നാൽ നിങ്ങൾക്ക് സ്വാഗതം. അവിടെ നമ്മളൊരു 8 മോണിറ്റർ വെച്ചിട്ടുണ്ട്. അതായത് ഏത് കാലനാണ് ഏറ്റവും ജനങ്ങളെ ആകർഷിക്കുന്ന വാർത്ത കൊടുക്കുന്നത് നോക്കാനായിട്ട് സംഭവം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജഗോപാൽ എന്നോട് യോജിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്താണ് കേന്ദ്ര സർക്കാരിൻ്റെയോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളുടെയോ ഇടപെടലില്ലാതെ പത്രത്തിൽ വാർത്തയടിക്കാനും ടെലിവിഷൻ ചാനലുകളിൽ നമുക്ക് വാർത്ത പറയാനും കേന്ദ്രത്തിന് വേണമെങ്കിലൊന്ന് വിമർശിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ പത്രാധിപരായ അർണ ഗോസ്വാമിയായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. കാരണം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പലപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വാർത്താ ചാനൽ എങ്ങനെയാണ് വാർത്തകൾ പോകുന്നതെന്ന് എനിക്കറിയാം. ഉത്തരേന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ പോലെ അല്ലെങ്കിൽ ടൈംസ് നൗ പോലെയുള്ള ടെലിവിഷൻ ചാനലുകളിൽ എങ്ങനെയാണ് വാർത്ത പോകുന്നതെന്ന് എനിക്കറിയാം. അതേസമയം ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. കുറച്ച് കാലം മുമ്പ് നമ്മുടെ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രകാശ് ജാവദേക്കറുമായിട്ട് ഞാനൊരു 45 മിനിറ്റോളം കേരളത്തിലെ വാർത്താ പ്രക്ഷേപണത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അതേ എന്നോട് വളരെ അഭിമാനത്തോട് പറഞ്ഞൊരു കാര്യം, ഞാൻ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരിക്കലെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഫോൺ ചെയ്തതായി താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഒരു ഇടപെടലും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊരു വാസ്തവമാണ്. കേരളത്തിലെ വാർത്താ ചാനലുകൾക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്തെങ്കിലും അപജയം സംഭവിക്കുന്നില്ല, അത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം ഈ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാവുന്നത് ഈ ബാർക്ക് എന്ന് പറഞ്ഞൊരു റേറ്റിംഗ് സമ്പ്രദായമാണ് ടെലിവിഷൻ നിലനിൽക്കുന്നത്. അത് ഒരു ഏജൻസി കേരളത്തിലെ കുറച്ച് വീടുകളിൽ കുറേ മീറ്ററുകൾ പ്ലേസ് ചെയ്തിട്ട് എത്ര മണിക്കൂർ ആളുകൾ വാർത്തകൾ കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾ കാണുന്നു എന്ന് തിട്ടപ്പെടുത്തിയിട്ട് ആ ഓല വെച്ചാണ് ഇന്ത്യയിലെ എല്ലാ കമ്പനികളും പരസ്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വാർത്താ ചാനലുകൾ പേ ചാനലുകളൊന്നുമല്ല. ഈ പരസ്യ വരുമാനത്തിൽ മാത്രം അവലംബിച്ചിട്ടാണ് ഈ ചാനലുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ ഈ ചാനലുകൾക്ക് ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ കഴിയുന്നില്ലെങ്കിൽ ഈ ചാനലുകൾക്ക് ആയുസില്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എൻ്റെ
വളരെ ഉന്നതമായ ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ അതേസമയം വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷത്തേക്കും ചായാതെ, കേരളത്തിലിരിക്കുന്ന LDF-നെ കുറിച്ചോ അതല്ലെങ്കിൽ UDF പക്ഷത്തേക്കോ ചായാതെ ഒരു നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ എത്രമാത്രം പറ്റുമെന്ന് കഴിഞ്ഞ 6 കൊല്ലമായി ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പലരും അത് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു സമയത്ത് നമ്മൾ BJP-യുടെ വൈതാളികനാണെന്ന് പറയും, ചിലപ്പോൾ പിണറായിയുടെ വൈതാളികനാണെന്ന് പറയും, ചിലപ്പം നമ്മുടെ ഇപ്പോൾ കടന്നുപോയ VD സതീശൻ്റെ ആളാണെന്ന് പറയും. ഞാൻ ഇവരോട് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന കാലം മുതലേ നമ്മുടെ സംസ്ഥാനത്തെ നേതാക്കന്മാരുമായി ഒരു സൗന്ദര്യാത്മകമായ അകലം ഞാൻ പാലിച്ചിട്ടുണ്ട്. അതെന്തിനാണ് പാലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഇപ്പോൾ സുരേഷ് കുറുപ്പ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു വാർത്ത കൊടുക്കണമെങ്കിൽ എൻ്റെ കൈ ബന്ധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വാർത്ത കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. ഞാൻ അതാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വളരെ അടുത്ത സമയത്ത് ഒരു കാര്യം പറയാം. കൊച്ചിയിലൊരു കുട്ടി ഒരുപാട് നിലകളുള്ള പല നിലകളുള്ള ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. വളരെ സങ്കടകരമായൊരു സാഹചര്യമായിരുന്നു. അത് വാർത്തകളൊക്കെ അച്ചടിക്കുന്നവരെല്ലാം റാഗിങ്ങിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ കുട്ടി മരിച്ചതെന്നാണ്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ചില ആളുകൾ എന്നെ അറിയിക്കുന്നു. ഞാൻ അറിയിച്ചപ്പോൾ തന്നെ എൻ്റെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താലേഖനോട് പറഞ്ഞു, നിൻ്റെ കണ്ണുകൾ പൂട്ടി വയ്ക്കരുത്. ഈ കുട്ടി മരിച്ചതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് നീ കണ്ടെത്തണം. കാരണം കുറേ ചാനലുകൾ ഇതിങ്ങനെ അച്ചടിക്കുന്നു അല്ലെങ്കിൽ പുറത്തുവിടുന്നു എന്നതുകൊണ്ട് മാത്രം സത്യം അതാകണമെന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എൻ്റെ ചാനലിലെ വാർത്തകളെ വലിയൊരു പരിധിവരെ മറ്റുള്ള ചാനലിലെ വാർത്തകൾ സ്വാധീനിക്കുന്നുള്ള സത്യമാണ്. ആ സ്വാധീനത്തിനെതിരെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ 24 എന്ന വാർത്താ ചാനൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ദയാദാക്ഷിണ്യം കൊണ്ട് വന്നൊരു സ്ഥാപനമല്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളെ പറയാൻ പറ്റൂ. ഇത് ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ രാപകൽ ഭേദമന്യേ അധ്വാനിച്ച് 18 മണിക്കൂറൊക്കെ ജോലി ചെയ്യാവുന്ന ലോകത്തിൽ തെളിയിച്ച് കൊണ്ടുവന്ന ഒരു വാർത്താ ചാനലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഞാനത് പറയുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. ഒരുപക്ഷെ വാർത്താ പ്രക്ഷേപണത്തിലൂടെ കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ പറ്റിയില്ലെങ്കിലും ആവശ്യങ്ങളും കാരുണ്യവും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് എത്തിക്കാൻ ഈ പ്രക്ഷേപണ മാധ്യമത്തിന് കഴിയുമോ എന്നുള്ള കാര്യം ഞാൻ കുറച്ച് കാലമായി പരീക്ഷയിലൊരു പരിധിവരെ വിജയിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് കൂറുപുലർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ വാർത്തകൾ സത്യസന്ധമായി പ്രക്ഷേപിക്കാൻ കഴിയും. അതേസമയം ഞാൻ അടിവരയിട്ട് പറയുന്നൊരു കാര്യം, ഈ നമ്മൾ കൊടുത്ത വാർത്തകളെക്കാളും കൊടുക്കാത്ത വാർത്തകളാണ് കൂടുതൽ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വാർത്തയുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനം സോഷ്യൽ മീഡിയയിൽ വരും. ഡിജിറ്റൽ ജേർണലിസ്റ്റുകൾക്ക് വലിയ ശക്തിയുള്ള ഒരു കാലമാണിത്. ഒരിക്കലും ഞാൻ യോജിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ 24-ലൂടെ അല്ലെങ്കിൽ ഏഷ്യ ന്യൂസിലൂടെ ഒരു വാർത്ത പുറത്തു വിട്ടാൽ ആ വാർത്ത ശരിയല്ലെങ്കിൽ അടുത്ത ക്ഷണത്തിൽ തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇടാൻ അവർ ആരും വിലക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും വാർത്തകളിൽ ഇടപെടാൻ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം ഈ വാർത്തകളെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊടുത്ത വാർത്തകളെക്കാളും കൊടുക്കാത്ത വാർത്തകൾ കൂടുതലാണ്. ചിലപ്പോൾ അത് കൊടുക്കാത്തതുകൊണ്ട് നല്ല ഗുണമായിരിക്കും. ഞാൻ ഈ ഇടയ്ക്ക് കാണിച്ചൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ രാജഗോപാലിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു ദിവസം ഞാൻ ഈ രാവിലെ വാർത്ത വായിക്കാൻ നിങ്ങൾക്കറിയുന്ന പോലെ 3.5 മണിക്കൂറാണ് നിൽക്കുന്നത്. ചിലപ്പോൾ 4 മണിക്കൂർ നിന്ന ദിവസമുണ്ട്. ഈ 3.5 മണിക്കൂർ നിൽക്കുന്ന സമയത്ത് വരുന്നതെല്ലാം കൊലപാതകം, റേപ്പ്, അങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് രാവിലെ വരുന്നത്. വണ്ടി അപകടം, ആൾ മരിച്ചു, അല്ലെങ്കിൽ കുട്ടികൾ വണ്ടി ഓടിച്ചിട്ട് വണ്ടി കൊണ്ട് മരിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ വാർത്തകളാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ശ്വാസം മുട്ടി തുടങ്ങി, സത്യസന്ധമായി പറഞ്ഞാൽ. ഞാനപ്പം പ്രേക്ഷകരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മ്യൂസിക് തെറാപ്പിയുടെ കാലമാണിത്. അതായത് സംഗീതത്തിലുള്ള ചികിത്സ നടത്താൻ പറ്റുമെന്ന് ആളുകൾ തെളിയിക്കുന്ന കാലം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ വലിയ ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി ഒരു പാട്ട് കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വാർത്താ ചാനലിൻ്റെ പുറത്തൊരു ദാസേട്ടൻ പാടി ഒരു നല്ല പാട്ടിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ തീർച്ചയായിട്ടും എന്നെ തെറി വിളിക്കേണ്ടതാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ വന്ന കമൻറ്റുകൾ മുഴുവൻ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത്. കാര്യം പ്രേക്ഷകൻ അത്രയും ശ്വാസം മുട്ടുകയാണ്. കാര്യം 5 മിനിറ്റ് ആ പാട്ട് കേട്ടുകൊണ്ട് അവർ സ്വസ്ഥമായിട്ട് ഇരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതേസമയം ഈ വാർത്തകളൊക്കെ വ്യാജമായി ക്രിയേറ്റ് ചെയ്താണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ടെലിവിഷൻ സീരിയലിലോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രമേയമായിട്ടോ ഈ പറയുന്ന സംഭവങ്ങൾ വന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതിൻ്റെ പ്രതിഫലനം ഈ പത്രത്തിലും ടെലിവിഷനിലും വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഈ ടെലിവിഷൻ ചാനലുകൾ ഒരു രീതിയിലുള്ള സെൻസർഷിപ്പും ടെലിവിഷനോ പത്രത്തിനോ കേരളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല. എന്നാൽ അവർക്കൊരു ആത്മനിയന്ത്രണം വേണമെന്ന കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്തും വാരിക്കോരി കൊടുത്ത നമ്മുടെ നാട്ടിൽ എൻ്റെ പേടിയും അത് തന്നെയാണ്. വിദേശ നാട്ടിൽ നിന്നൊക്കെ ഇരുന്ന് വരും. നമുക്കിടെ ഏറ്റവും വലിയ സംഭവം എന്താ? ടൂറിസവും IT ഒക്കെയാണ്.
അപ്പോൾ വിദേശ നാട്ടിലിരുന്ന ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ ആലോചിക്കുമ്പോൾ ഈ നാട്ടിൽ പട്ടാപ്പകൽ പിടിച്ചുപറിയും കൊലപാതകവും നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ പല ആളുകളോട് ഉപദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കാറിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് വണ്ടി ആരെങ്കിലും കൊണ്ട് ഉരച്ചാൽ നിങ്ങൾ പണ്ടത്തെ പോലെ ചാടി ഇറങ്ങി എന്താടാ വണ്ടി നോക്കി ഓടിച്ചൂടെ എന്ന് ചോദിക്കരുത്. കാര്യം അവൻ്റെ കയ്യിൽ കടാരയായിരിക്കും, അവൻ നെഞ്ചത്ത് നോക്കി കുത്തി ഇറക്കി കളയും. കാര്യം MDMA കഴിച്ചിട്ട് ഇറങ്ങുന്നവനായിരിക്കും ഈ വണ്ടി ഓടിച്ചു വരുന്നത്. നമുക്ക് ഗ്ലാസ് പോലും താഴ്ത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്തിരുന്ന് നിങ്ങൾ സ്വയം പറഞ്ഞങ്ങ് അഭിമാനിച്ചോണ്ടാൽ മതി അവനെ ചീത്ത വിളിച്ചു എന്നുള്ളത്. നിങ്ങൾ ഗ്ലാസ് താഴ്ത്തരുത്, ചിലപ്പോൾ ജീവനോടെ വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ MDMA മയക്കുമരുന്ന് ലഹരി ഈ സാധനങ്ങൾ ഒഴുകുന്ന നഗരം മഹാനഗരം കൊച്ചിയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. ഈ ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് തീർത്തേക്കാം. കൊച്ചി നഗരം പോലെ നമ്മുടെ ഓരോ നഗരവും ആ ചുവട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലും മോശപ്പെട്ട വാർത്തകൾ വരും. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. രണ്ട് കാര്യങ്ങൾ. ഞാനിത് ചോദിക്കാനുള്ള കാരണം, ഈ ഏഷ്യാനെറ്റ് പോലൊരു മാധ്യമം നിലനിൽക്കെ 24 പോലൊരു മാധ്യമത്തിന് 6 വർഷത്തിനുള്ളിൽ 1-ാം സ്ഥാനത്ത് എത്തിച്ച ഒരാളാണ് നിങ്ങൾ. മോർണിംഗ് ബീറ്റ് ആരും കൈകാര്യം ചെയ്യാതിരുന്നൊരു മോർണിംഗ് ബീറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി മലയാളിയെ രാവിലെ വാർത്ത കേൾപ്പിച്ച ഒരാളാണ് നിങ്ങൾ. അപ്പം ആ രീതിയിൽ എന്താണ് ഈ 24-ന് പോലും ഈ ഒരു ഫോർമാറ്റ് മാറ്റാൻ പറ്റാത്തത്? അന്തിച്ചർച്ചയുടെ ഒരു ഫോർമാറ്റ്. അത് മാത്രമല്ല, ഇൻക്രീസിംഗ്ലി നമ്മൾ കേൾക്കുന്നത് വാർത്തയല്ല ചാനൽ ഫ്ലോറിൽ നിന്ന്, നമ്മൾ കേൾക്കുന്നത് ആങ്കറുടെ അഭിപ്രായമാണ്. അത് പിന്നീട് നിങ്ങൾ തന്നെ തിരിച്ചു കുത്തുന്നു. ഇപ്പം ഫ്ലഡിനെ പറ്റി വയനാട് ഉരുൾപൊട്ടൽ വന്ന സമയത്ത് ഹാഷ്മിയുടെ ഒരു പഴയ ക്ലിപ്പ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൈസ കൊടുക്കരുതെന്ന് പറയുന്ന ഒരു ക്ലിപ്പ് പൊന്തി വരുന്നു. ഇതൊന്നും ഫേക്ക് ന്യൂസ് അല്ല, ഇത് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ കോണ്ടെക്സ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ ഇത് ഞാനൊരു പ്രിന്റ് മേഖലയിൽ നിന്ന് വരുന്ന ഒരാളും കൂടിയാണ്, അതുകൊണ്ടും കൂടിയാണ് ചോദിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഇത് വളരെ അത്ഭുതമാണ്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വാർത്ത എഴുതും, അത് ആദ്യം ഒരു ഡെസ്ക് പോവും, അവരത് കോപ്പി ഡെസ്ക് അതിനെ ക്ലിയർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് റീറൈറ്റിംഗ് ഡെസ്ക് പോവും, അത് കഴിഞ്ഞ് 3-4 റൗണ്ട് കഴിഞ്ഞിട്ടാണ് ഈ വാർത്ത പുറത്തു പോകുന്നത്. സോ ഡെസ്ക് ആണ് കൺട്രോൾ ചെയ്യുന്നത് വാർത്ത. പക്ഷേ ഇവിടെ ഇൻക്രീസിംഗ്ലി ആങ്കേഴ്സ് ആണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് സാധനമായിട്ട് മാറുന്നു. 24-ന് പോലും ഇത് മാറ്റാൻ പറ്റുന്നില്ലേ? അതോ ഇതിനൊരു ശരിക്കും നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഈ ടെലിവിഷൻ ചാനലിലെ വാർത്താ പ്രക്ഷേപണത്തിൽ ഡെസ്കിന് തന്നെയാണ് അന്തിമമായ അതോറിറ്റി. എൻ്റെ ഇപ്പോഴും ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു അവതാരകനായിട്ട് ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഞാൻ നമ്മുടെ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ അല്ല, അത് ഡെസ്ക്കാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഡെസ്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ, ഒരു മെഷീനാണ്. ഡെസ്ക് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക തന്നെയാണ് എൻ്റെ ജോലി. കാരണം എന്നോട് ഇതിപ്പോൾ നിങ്ങൾ കുറേ വലിച്ചു നിർത്തണം, നിർത്തുമെന്ന് പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞാൽ ഞാൻ ആ സെക്കൻഡിൽ നിർത്തണം. കാരണം അതവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അവതാരകർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇടപെടാനും സംസാരിക്കാനും. അതേസമയം അവരുടെ രാഷ്ട്രീയ പക്ഷപാതം കാണിക്കാനുള്ള സ്ഥലമായിട്ട് നമ്മുടെ ഫ്ലോർ ഉപയോഗിക്കാറുമില്ല, നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസക്കാരുമാണ്. കാര്യം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ഈ മോർണിംഗ് ഷോയിലൂടെ ആളുകൾ രാവിലെ വാർത്ത കാണുന്നത്, അതും പ്രായഭേദമന്യേ കുട്ടികൾ പോലും വാർത്ത കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേസമയം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ 30 പേര് തുണി ഉടുക്കാതെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ മുണ്ടുടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് പലപ്പോഴും. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത്, ഒരു ടെലിവിഷൻ ചാനലിൽ നമ്മളൊരു വാർത്താ പ്രക്ഷേപകനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മൂല്യങ്ങളും നമ്മൾ കടന്നു വന്ന വഴികളും നമ്മുടെ ബയോഡേറ്റയും നമ്മുടെ പ്രൊഫൈലും ഒക്കെ തന്നെ ഈ പ്രേക്ഷകൻ വിലയിരുത്തുമെന്നായിരുന്നു. എനിക്കതിനകത്ത് വലിയ നിരാശയുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വന്നിറങ്ങുന്ന ആൾ ആരായാലും ജനങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊരു ലെവലിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് മാറിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കരുതിയിരുന്നത് വലിയ മൂല്യങ്ങളുമൊക്കെ ഉള്ള വിശ്വസിക്കുകയും സത്യസന്ധമായി ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യും, കുറേയേറെയെങ്കിലും മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ വാർത്താമുറിയിൽ ഇരുന്നാൽ മാത്രമേ നല്ല വാർത്താ പ്രക്ഷേപണം ഉണ്ടാകൂ എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ എൻ്റെ ധാരണ മാറി വരികയാണ്. അതേസമയം ഞാൻ പറയുന്നത്, ഇപ്പം നമുക്ക് നമ്മളുടെ പ്രേക്ഷകരെ ആട്ടി ഓടിച്ചിട്ട് നമുക്ക് ഈ 6 കൊല്ലം നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന പോലെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതും എൻ്റെ ടീമിന് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ ചെയ്യാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ. കാരണം ഈ പ്രേക്ഷകനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് എന്ത് മന്ത്രം കൊണ്ടാണ് ഇപ്പോൾ ഇനി ചെയ്യാൻ കഴിയുക ഈ കാലത്തെന്ന് എനിക്ക് അറിയില്ല. ശരി, ഞാൻ അതൊന്ന് രാജഗോപാലിനോട് ചോദിച്ചോട്ടെ. കാരണം ഇത് പല മീഡിയ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്ന ഫിലോസഫിയുടെ ഓപ്പോസിറ്റാണ് ആക്ച്വലി ടെലിവിഷൻ ഫോളോ ചെയ്യുന്ന ഫിലോസഫി. പല മീഡിയ സ്ഥാപനങ്ങളും, ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ മാർക്കറ്റിംഗും എഡിറ്റോറിയലും തമ്മിൽ സ്ട്രിക്റ്റ് ബൗണ്ടറി ഉണ്ട്. വി ഡോണ്ട് കെയർ അബൌട്ട് വെദർ വി ആർ റെഡ് ഓർ നോട്ട്. ഞങ്ങൾ എഴുതുന്നത് ജനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾ പറയും. ആൻഡ് ദെൻ ദർ ഇസ് അതർ സൈഡ് അബൌട്ട് ബിസിനസ് ഓഫ് ന്യൂസ് പേപ്പർ. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ പല ചാനൽ മേധാവികളും ഞാൻ കേട്ടിട്ടുള്ളത്, ഒന്നെങ്കിൽ അവർ
ഓഡിയൻസിനെ ബ്ലെയിം ചെയ്യും. ഓഡിയൻസ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അല്ലെങ്കിൽ ബിസിനസ്സിനെ ബ്ലെയിം ചെയ്യും. ലൈക്ക് വി ആർ ലോസിങ് ദിസ് മണി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിൽ തന്നെ വലിയൊരു മീഡിയ സ്ഥാപനത്തിൻ്റെ ഒരു ഹെഡിനെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുള്ളി പറഞ്ഞത് ഒരു എമൗണ്ട് ആണ് അവരെ മന്ത്ലി എക്സ്പെൻസ്, ഒരു ഡബിൾ ഡിജിറ്റിലുള്ള കോടികളാണ്. അതിൻ്റെ 1/3 താഴെയാണ് അവരുടെ റവന്യൂ. അപ്പോൾ ബാക്കിയുള്ള പൈസ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുതലാളി പലതും ചെയ്യും, ഞങ്ങൾ കണ്ണടയ്ക്കുന്നുള്ള രീതിയിലാണ് ഈ സംസാരം വന്നത്. ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ പറഞ്ഞോളൂ, ഇത്രയും പേരല്ലേ ഇവിടെ കേൾക്കുന്നുള്ളൂ. അതെ, നല്ല നിലയിൽ എത്തിക്കോട്ടെ. അങ്ങനെ പേര് പറയണമെങ്കിൽ എനിക്കത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടി ആവണം. അല്ലാതെ ഒരാൾ പറഞ്ഞത് കൊണ്ട് എനിക്ക് പേര് പറയാൻ താങ്കൾ പറ്റില്ല. ഫ്രണ്ടിലൂടെ ഒക്കെ വന്ന ഒരാളല്ലേ, ഇതുപോലെ മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാമിൽ വന്ന് കൃത്യമായി പേര് പറഞ്ഞു. ഞങ്ങളെ പഠിപ്പിച്ചൊരു നിയമം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും അതിനെ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റണം, എന്നാലേ നമുക്ക് പേര് പറയാൻ പറ്റുള്ളൂ. സോ വാട്ട് യു തിങ്ക്? ഓഡിയൻസിനെ ബ്ലെയിം ചെയ്യുന്നു, ബിസിനസ്സിനെ ബ്ലെയിം ചെയ്യുന്നു. ദേ ഡോണ്ട് ബ്ലെയിം ദംസെൽഫ്. എവറി ചാനൽ ഹെഡ് ഇൻ കേരള ഓർ എവറിവെയർ എൽസ് ഇൻ ഇന്ത്യ വിൽ സേ ദാറ്റ് it's not my circus, it's not my monkeys. My circus is doing well. ഹലോ, അല്ല, ഇത് ടെലിവിഷൻ ചാനലിൻ്റെ മാത്രം കാര്യമല്ല. പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയിലെ, ഞാൻ പേര് പറയണമെന്ന് പറഞ്ഞത്, ടൈംസ് ഓഫ് ഇന്ത്യ 1990 കൊണ്ടുവന്ന അതുവരെ താങ്കൾ പറഞ്ഞ പോലെ 1990 എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ തന്തവൈബ് എന്ന് പറയുന്ന ജനറേഷനാണ്. അപ്പം അന്ന് 1990 ഈ ചൈനീസ് വാൾ എന്ന് പറഞ്ഞ സംഭവം തകർത്തതാണ്. അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ MD ആയ സമീർ ജെയിൻ അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് എൻ എഡിറ്റർ ടു റൺ എ പേപ്പർ. എനിക്ക് എഡിറ്റേഴ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് 90 അത് ഇന്ത്യൻ ജേർണലിസ്റ്റിൻ്റെ, ഇന്ത്യൻ മീഡിയയുടെ തന്നെ ഒരു ജനറേഷണൽ ചേഞ്ച് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അശോക് ജെയിൻ്റെ മാറിയിട്ട് അദ്ദേഹം വന്ന്, അപ്പോൾ അന്നോട്ട് ടെലിവിഷൻ ചാനലിനല്ല താങ്കൾ പറഞ്ഞ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, അതും ലെഗസി മീഡിയയ്ക്ക് തന്നെയാണ്. അന്നുതൊട്ടാണ് ഈ ചൈനീസ് വാൾ എന്ന് പറഞ്ഞ സംഭവം മാറുകയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക ഒരു പത്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതിന് അവർ മാർക്കറ്റിംഗിൽ നിന്നുള്ള പേര് ഇപ്പോൾ പറയുമ്പോൾ പുറത്ത് പറയാൻ അവർക്ക് നമ്മൾ എന്താ പറയുക, ഒരു ഉളുപ്പ് എന്നുള്ളതുകൊണ്ട് അതിനെ റെസ്പോൺസ് എന്ന് പറഞ്ഞ് മാറ്റി. റെസ്പോൺസ് എന്നാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയാറില്ല ആരും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല പല പത്രങ്ങൾ, റെസ്പോൺസ് എന്നാണ്. അതുപോലെ വായനക്കാരില്ല, ഇപ്പോൾ ഓഡിയൻസ് ആണുള്ളത് വായനക്കാർ. കാര്യം മൾട്ടി മീഡിയ ഇതല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചാനലുകളെ മാത്രം പറഞ്ഞിട്ട് എല്ലാ പത്രങ്ങളും എന്നിൽ അറിവിൽ ഇന്ത്യയിൽ ഉള്ള 100% പത്രങ്ങളും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഏതാണ് ഞങ്ങളുടെ റീഡർ, ഏതാണ് ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പത്രം ഇറക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ പറയുമ്പോൾ സിനിമകളിലും മറ്റതിലൊക്കെ പറയാറുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ന്യൂസ് പേപ്പർ. ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ വീണ്ടും പറയുന്നത്, ഏത് ജനം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ മിക്കവാറും പത്രങ്ങൾ ഇറക്കുന്നത് ജനം എന്നുദ്ദേശിക്കുന്നത് ഏകദേശം 35 കോടിയോളം വരുന്ന, അല്ലെങ്കിൽ 350 മില്യൺ വരുന്ന മധ്യവർഗം എന്ന് നമ്മൾ പറയുന്ന ഈ 7 രൂപയോ 9 രൂപയോ കൊടുത്ത് അഫോർഡ്, അത് മാത്രമല്ല അത് കൊടുത്തിട്ട് വാങ്ങിച്ച് ഈ കാറുകളുടെയും കെല്ലോഗ്സിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മറ്റ് പരസ്യങ്ങൾ കണ്ട് ഇത് വാങ്ങാൻ കഴിവുള്ള ഇവർക്ക് വേണ്ടിയാണ് പത്രങ്ങൾ ഇറക്കുന്നത്. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇറ്റ് ഈസ് ഇഡിയസി, മൗഢ്യമാണ് നമ്മുടെ ഭാഗത്ത് നമ്മൾ പറയുന്നത്. കർഷകരെ കുറിച്ച് പറയുന്നില്ല, പട്ടിണിപ്പാവങ്ങളെക്കുറിച്ച് പറയുന്നില്ല. എന്തിനവർ കർഷകരെ കുറിച്ച് പറയണം? എന്തിന് പട്ടിണിപ്പാവങ്ങളെക്കുറിച്ച് പറയണം? അവരുടെ വായനക്കാർ അവരല്ല. അപ്പോൾ ഇത് ഈ മാധ്യമങ്ങൾക്ക് നമ്മളൊരു വലിയൊരു സാങ്ക്ടിറ്റി, ഒരു വലിയൊരു ഹോളിനെസ്, ഒരു സെയിൻറ്റ്ലിനെസ് കൊടുത്തിട്ടുണ്ട്. അതാദ്യം വിവേഷിക്കണം. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇതൊരു ബിസിനസ്സാണ്. ഇറ്റ്സ് 100% ബിസിനസ്. കച്ചവടം. ഞാനും അതിൽ ഉൾപ്പെടുന്നില്ല. ഞാനതിൽ നിന്ന് വളരെയധികം നേട്ടം നേടിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹവും അത് നേടുന്നു. അതില്ലാതെ അദ്ദേഹം പറഞ്ഞ പോലെ അതില്ലാത്തതും നമുക്ക് പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത്, കേരളത്തിലിപ്പോൾ സംസ്ഥാനത്ത് ക്രൈം കൂടുന്നു, MDMA കൂടുന്നു, റേപ്പ് കൂടുന്നു, വനിതകൾക്ക് ജെൻഡർ ക്രൈംസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ പാട്ട് പാടുകയാണോ എന്ന് മാധ്യമങ്ങൾ ആലോചിക്കണം. പാട്ട് കേൾപ്പിക്കുകയാണോ സൊല്യൂഷൻ? വാട്ട് ഇസ് ദ റൂട്ട് കോസ്? ഇതിനെക്കുറിച്ച് ഗഹനമായ ഒരു ചർച്ച നമ്മൾ ഇന്ന് വരെ നടത്തിയിട്ടുണ്ടോ? Who is behind all this? Where are the children getting the money for this? എപ്പോഴെങ്കിലും have you ever blamed parents for this? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറ്. നമ്മളെപ്പോഴും വഴിയെ പോകുന്നു. പിണറായി വിജയനെ പള്ളു വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയത്, അല്ലെങ്കിൽ VD സതീശനെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ നമ്മൾ പലപ്പോഴും വളരെ ഗഹനമായ കാര്യങ്ങൾ, വളരെ ദാരുണമായ ഒരു ആത്മഹത്യ അടുത്ത ഒരു ഉദ്യോഗസ്ഥൻ നടത്തുക. നമ്മളിവിടെ ചെയ്തത് എന്താണ്? അതിന് തീർച്ചയായിട്ടും നിരുത്തരപരമായ രീതിയിൽ ആ വനിത അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഒരു വനിതാ നേതാവ്. പക്ഷെ അതിനെക്കുറിച്ച് വളരെ ഗഹനമായ, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. സൂയിസൈഡ് എന്നുള്ളത് കേരളത്തിൽ വളരെ എത്ര ചാനലുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, എത്ര ചാനലുകൾ ഇത് ചർച്ച ചെയ്തപ്പോൾ താഴെ എഴുതി കാണിച്ചു, നിങ്ങൾക്ക് ഈ ടെൻഡൻസി, ഈ വാർത്ത കേട്ടതുകൊണ്ട് സൂയിസൈഡ് ഇൻസ്റ്റിങ്സ് നിങ്ങളുടെ ഉള്ളിൽ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ദി ഹെൽപ്പ് ലൈൻ എന്ന് കാണിക്കാൻ എത്ര ചാനലുകൾ കാണിച്ചു? എനിക്കറിയാം, ഞാൻ കാണാറില്ല. പത്രങ്ങളിൽ ഐ ഡിഡ് നോട്ട് സീ. ഈ വാർത്തകൾ എഴുതുന്ന പത്രം ഇതെല്ലാം നമ്മുടെ മോഡേണിസം അല്ലെങ്കിൽ ആധുനികത എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം നമ്മൾ ശൈലി മാറ്റങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ശൈലികൾ നമ്മുടെ ടെക്നോളജിയിൽ മാറുന്നുണ്ടായിരിക്കാം, ലേഔട്ടിൽ മാറുന്നുണ്ടാക്കാം, പ്രിൻറ്റിങ്ങിൽ മാറുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഭാഷയും
നമ്മുടെ ആറ്റിറ്റ്യൂഡും ഇപ്പോഴും 18ാം നൂറ്റാണ്ടിൽ പത്രഭാഷ, എനിക്ക് ചാനൽ ഭാഷ അറിയില്ല, പത്രഭാഷ നോക്കുകയാണെങ്കിൽ നമ്മൾ വി ആർ ട്രാപ്ഡ് ഇൻ ദ 18th സെഞ്ചുറി. അതിന് ഏറ്റവും നല്ല ഇത് ഇന്നത്തെ പരിപാടികൾ എന്ന് കേരളത്തിലെ ഏത് പത്രത്തിൽ നോക്കിയാലും ഭഗവതി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും മറ്റും കേരളത്തിൽ മറ്റൊന്നും നടക്കുന്നില്ലേ? രാവിലെ എണീറ്റോ നമ്മൾ ഭഗവതി ക്ഷേത്രത്തിൽ പോകണം ചെയ്യുന്ന എല്ലാവരും കേരളത്തിൽ. ഈ ഉത്സവങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതാണ് പരിപാടി, വേറെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐ എം ഷുവർ സംതിങ് എൽസ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാറിന്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോളജീസ് ഏർലി. എനിക്ക് തോന്നുന്നത് രാജഗോപാൽ TV ചാനൽ കാണുന്നല്ലേ പറഞ്ഞേ? കാണുന്നില്ല, അതുകൊണ്ടുള്ള കുഴപ്പം. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ പത്രങ്ങളും രാജഗോപാൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. രാജഗോപാലിനെ ഞാൻ ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറഞ്ഞല്ല. കാരണം രാജഗോപാൽ വളരെ പരിചയസമ്പന്നനായ ഒരു പത്രപ്രവർത്തകനാണ്, അദ്ദേഹം ടെലഗ്രാഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ നിങ്ങൾ എനിക്ക് തോന്നുന്നു രാജഗോപാൽ, ഞാൻ പറഞ്ഞത് താങ്കൾ തിരിച്ചെന്ന് തോന്നുന്നു. അതായത് കേരളത്തിൽ ഈ മയക്കുമരുന്നിനെതിരായിട്ട് ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് രാജഗോപാലിന് അറിയുന്നില്ല. സംസാരമല്ല ഉദ്ദേശിച്ചത്, എത്ര സ്റ്റോറി ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ സ്റ്റോറി എത്ര ചെയ്തിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്, സ്റ്റോറി ചെയ്തിട്ടുണ്ട്, സൂയിസൈഡിന്റെ താഴെ നമ്മൾ എഴുതി കാണിച്ചിട്ടുണ്ട്. രാജഗോപാലിന് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് ഞാൻ പറയുന്നത്, താങ്കൾ ചാനലിനോട് പൂർണ്ണമായും ഒരു അവഗണിച്ച് നിൽക്കുകയാണ്. കാര്യം ചാനൽ താങ്കൾ കാണത്തില്ല, പത്രം താങ്കൾ വായിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് സാർ താങ്കൾ ഇതൊക്കെ മനസ്സിലാക്കിയത്? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം രാജഗോപാൽ, താങ്കൾ കേരളത്തിലെ പത്രങ്ങൾ കാണുന്നില്ല, താങ്കൾ ടെലിവിഷൻ ചാനൽ കാണുന്നില്ല, പിന്നെ താങ്കൾ ഇത് എങ്ങനെയാ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നത്? എനിക്ക് താങ്കളുടെ റിക്വസ്റ്റ് എന്തറിയാമോ? രാജഗോപാൽ, യു ആർ എ സീനിയർ ജേർണലിസ്റ്റ്. അതുകൊണ്ട് എനിക്ക് താങ്കളുടെ റിക്വസ്റ്റ് പറയാനുള്ളത്, താങ്കൾ ഒരു 3 മാസം 24 ചെക്ക് ചെയ്യണം. എന്നിട്ട് താങ്കൾ എനിക്കൊരു കത്ത് എഴുതും. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതും 24 ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വളരെ കഠിനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് രാജഗോപാൽ പറയുന്നത് ഏതെങ്കിലും ഒരു മാധ്യമം, കേരളത്തിലെ ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ, റിപ്പോർട്ടർ ഉൾപ്പെടെ പല വാർത്താ ചാനലുകളും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. രാജഗോപാൽ അറിയാതെ പോയതാണ്. രാജഗോപാൽ കാണണം. ഞാൻ പറയട്ടെ ഒരു കാര്യം. ഞാൻ പറഞ്ഞ ഞാൻ ടെലിവിഷൻ കാണാറില്ല, ഞാൻ പത്രം കാണാറില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ പത്രം മുഴുവൻ വായിക്കാറില്ല എന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ പത്രം വായിക്കാറില്ലെന്നാ രാജഗോപാൽ. അല്ല, അത് ഞാൻ ആ സത്യസന്ധത വെല്ലുവിളിക്കുന്നില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ ടെലിവിഷനെ കുറിച്ചല്ല സംസാരിച്ചത്, ഞാൻ പത്രങ്ങളെ കുറിച്ചാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടാണ് പത്രമായാലും ടെലിവിഷനിലായാലും ഞാൻ പറയാം, നമ്മളതൊന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറയരുത്. അത് ഞാൻ പത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. താങ്കൾ പറയും ഒരു സ്റ്റോറി പറയൂ, അങ്ങനെയാണ് താങ്കൾ ഏതൊരു സ്പെഷ്യൽ സ്റ്റോറി പറയൂ, ഒരു ഒറിജിനൽ റിപ്പോർട്ടിംഗ് ഇപ്പോൾ പറയൂ. ഐ എം ചലഞ്ചിങ് യു. ടെൽ മീ വൺ ഡ്രഗ്സിനെ കുറിച്ച് ടെലിവിഷൻ ഏഷ്യാനെറ്റോ ഏതെങ്കിലും ഒരു ചാനൽ ചെയ്ത് ഒരു എക്സ്പോസ് ചെയ്ത് ഇത് റൂട്ട് കോസ് എന്താണെന്നുള്ളൊരു സ്റ്റോറി ചെയ്ത് ഐ എം ആസ്കിങ് യു ലെറ്റ് മീ നോ. രാജഗോപാൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ എൻകൗണ്ടറിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ രാജഗോപാൽ രാജഗോപാൽ ഞാൻ അയച്ചു തരാം. താങ്കൾ എന്നോട് ടൈം ഓഫ് ടെലികാസ്റ്റ് എനിക്ക് പറയാം, അയച്ചു തരാം, തീർച്ചയായിട്ടും അയച്ചു തരാം. ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും ആൾക്കാർ കാണല്ലേ പറയുന്നത്. ഈ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് എക്സ്പോസിംഗ് ദ പ്രോബ്ലംസ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് റൂട്ട് കോസ് എവിടെയാണ്, ഇതിന്റെ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഹൂ ഇസ് ഫണ്ടിങ് ദിസ് ഡ്രഗ് മാഫിയ ഇൻ കേരള, ഐ നീഡ് ടു പുട്ട് മൈ ഫുഡ് ഡൗൺ. ഇതിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ടെലിവിഷൻ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ ഒരു അറസ്റ്റ് MDMA രേഖപ്പെടുത്തിയതിന് ശേഷം ചെയ്യുന്ന സ്റ്റോറികളുണ്ട്. പക്ഷേ 2023 കേരളത്തിലെ ഏറ്റവും വലിയ MDMA സീഷർ നടന്നിട്ടുള്ള ഒരു മദർഷിപ്പ് കൊച്ചിയിൽ നിന്ന് ഹാജി സലീം മസ്താൻ ഗ്രൂപ്പിൻ്റെ ട്രേഡ് മാർക്ക് ഷിപ്പുകളാണത്. അതിനകത്തുള്ള ചാക്കിൻ്റെ മുകളിൽ അവരുടെ ഈഗിളുടെ സൈന്, അങ്ങനെ കുറേ ചിഹ്നങ്ങളോട് കൂടി ആ ഷിപ്പ് വന്നത്. ഇറാനിൽ ഉത്പാദിപ്പിച്ച കഞ്ചാവ് പാകിസ്ഥാനിലെത്തി, അവിടുന്ന് രാസലഹരി പാകിസ്ഥാനിലെത്തി, അവിടുന്ന് കടപ്പുറം വഴി കൊച്ചിയിലെത്തുകയാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഇത് നമുക്ക് സ്റ്റോറി ആയിട്ട് നമ്മൾ വരുന്നില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ മറുവശം ഈ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരുപാട് സ്റ്റോറികൾ. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്. ഇപ്പം എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞൊരു 7 വർഷത്തിന് മുന്നേ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഇല്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒന്ന് കൂടുതൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഒറിജിനൽ സ്റ്റോറീസ്, ഈ ഇവൻറ്റ് റിപ്പോർട്ടിങ്ങിന് പുറമെ ഒറിജിനൽ ആയിട്ടുള്ള, അപ്പോൾ ഇതിന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിന് ഒരു പ്രാക്ടിക്കലി ഒരു ബുദ്ധിമുട്ടുണ്ട്. ആസ് എ ജേർണലിസ്റ്റ് ഐ എം സെയിങ്, നമ്മൾ മറ്റ് പല പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബ്യൂറോയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന എഡിറ്റേഴ്സും ആവശ്യമുണ്ട്. അങ്ങനെ സാറിനും തോന്നിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. എനിക്ക് തോന്നുന്നറിയാമോ, നമ്മൾ ഒന്നാമത് ഇതിനകത്ത് ജേർണലിസ്റ്റുകളുടെ ജോലിയാണ് കേരളത്തിലെ മയക്കുമരുന്ന് തടയുക എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
കാരണം അതിന് വേറെ മെഷീനറി ഉണ്ട്, ആഭ്യന്തര മെഷീനറി ഉണ്ട്. കേരളത്തിലിപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ നമ്മൾ എത്ര മറച്ചു വെച്ചാലും ഈ കൂടുതൽ മദ്യം കഴിക്കുന്നത് ചാലക്കുടിയാണോ കരുനാഗപ്പള്ളിയാണോ എന്ന് മത്സരം നടക്കുന്ന ഒരു കാലമാണ്. കാരണം ഇത് നമ്മളെന്തായിരുന്നു ലക്ഷ്യം വഹിച്ചത്? നമ്മൾ പറഞ്ഞു ക്രമാനുഗതമായി കുറേ കാലമെടുത്ത് ഗ്രാജുവലി മദ്യം കുടിക്കുന്നതിൻ്റെ അപകടമൊക്കെ ജനങ്ങളെ മനസ്സിലാക്കി ഒരു മദ്യമോചനത്തിലേക്ക് നമ്മൾ പോകും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഓരോ കൊല്ലം കൂടും ഇതിൻ്റെ തുക കൂട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ആരാണോ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നില്ല. പക്ഷേ നമുക്കിത് ഇവിടെയാണ് ഇന്ന സംഭവം നടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാനേ പറ്റും. താങ്കൾ പറയുന്ന പോലെ അല്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യണം, മനസ്സിലാവും. നമ്മൾക്ക് ഒന്ന് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പത്രം മലയാള മനോരമ അച്ചടിച്ചിറക്കുന്നു. ഈ മനോരമ വായിക്കാൻ ആളെ കിട്ടില്ലെങ്കിൽ മനോരമ തന്നെ അവരുടെ അഭിപ്രായം മാറ്റേണ്ടി വരും. അതങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ മാതൃഭൂമി ആളിൽ വായിക്കുന്നു, നാളെ ആളിൽ മാതൃഭൂമി വായിക്കാതെ ആകുന്നു, മാതൃഭൂമി അഭിപ്രായം മാറ്റേണ്ടി വരില്ലേ? അപ്പോൾ എൻ്റെ വിശ്വാസം വലിയ ഒരു വായനാ സംഘം നമ്മുടെ കേരളത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സർക്കുലേഷനൊക്കെ താഴ്ന്നുണ്ടെന്ന് കാളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു സംഘം വായനക്കാരുണ്ട്. ആ വായനക്കാരും ഒരു നിയന്ത്രിത ശക്തി തന്നെയാണ് കേരളത്തിൽ. ഞാൻ പറയുന്നത് ഈ നമ്മളിപ്പോൾ MDMA മാത്രമല്ല കേരളത്തിലെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. കേരളത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു വാർത്താ ചാനലോ ഒരു ടെലിവിഷൻ ഒരു പത്രമാധ്യമമോ മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയാം. കാരണം നമ്മളിപ്പോൾ ഒരു വാർത്ത ഒരു സ്റ്റോറി ഇപ്പോൾ താങ്കൾ പറയുന്നത് അതിൻ്റെ അവണാകുഴി പോയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്താലും ഈ വാർത്താ പ്രളയത്തിന് നടുവിൽ ആ വാർത്ത എത്ര സ്വാധീനം ഉണ്ടാക്കുന്നു എന്നെനിക്കിപ്പോൾ സംശയമുണ്ട്. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ദൂരദർശനും ആകാശവാണിയും മാത്രമുള്ള കാലത്ത് ദൂരദർശനിൽ ഒരു 2 വരി വാർത്ത വന്നാൽ ആ 2 വരി പോലും കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലം പോയി. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഓരോ സെക്കൻഡിലും വാർത്തകൾ വരികയാണ്. എല്ലാവർക്കും ഇപ്പോൾ കേരളത്തിൽ എൻ്റെ കണക്കനുസരിച്ച് ഒരു 5.25 ലക്ഷം യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന പ്രക്ഷേപകരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വാർത്തകൾ അടിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പണ്ട് എന്തായിരുന്നു, ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു 10-30 കോടി രൂപ വേണ്ടി വരും. ഇപ്പോൾ 3 രൂപ പോലും ഇല്ലാതെ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് നമുക്ക് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താം, നമ്മൾ ശരിയായ വഴിയാണെങ്കിൽ. അത്രയും ഡെമോക്രാറ്റൈസ് ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കേരളത്തിലെ 10-40 ടെലിവിഷൻ ചാനലുകൾക്കോ അല്ലെങ്കിൽ ഇത്രയും പത്രങ്ങൾക്ക് മാത്രമാണ് ഈ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയാണ് സ്ഥിതി. മാധ്യമങ്ങൾ മാറ്റം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുവശം നമ്മൾ ഈ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക് എങ്ങനെ ഇത് സ്വീകരിക്കുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോർ ചെയ്യുന്ന പോലെയാണ് സാറ് പറയുന്നത്. ചെറിയ കുട്ടികളെ പച്ചക്കറി കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആരും അവരെ പച്ചക്കറി കഴിപ്പിക്കാതിരിക്കുന്നില്ല. ദർ ഇസ് എ നീഡ്, അതുകൊണ്ടും കൂടിയാണ്. പക്ഷെ ഐ വാണ്ട് ടു ആസ്ക് യു സംതിങ് അബൌട്ട് ഈ ലെഗസി മീഡിയനെ ഒരുപാട് നമ്മൾ അറ്റാക്ക് ചെയ്യുകയും ഒരുപാട് അവരെ കോർണർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പബ്ലിക് പോകുന്നത് ഈ പറയുന്ന കേരളത്തിലെ മറ്റ് ചാനലുകളിലൊക്കെയാണ് ഡിജിറ്റലായിട്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റിംഗ് ഇല്ലാത്ത എല്ലാ കളവും പറയാൻ പറ്റുന്ന, ആ കളവിൻ്റെ മുകളിൽ ഒരു കോൺസിക്വൻസും വരാത്ത ചാനലുകൾ ഒരു സൈഡിൽ, മറു സൈഡിൽ ഈ പറയുന്ന റെഡിറ്റ് പോലെയുള്ള ഇതിൻ്റെ അകത്തു നിന്നാണ് ആൾക്കാർക്ക് ചെറുപ്പക്കാർ വാർത്തകൾ എടുക്കുന്നത്. അപ്പോൾ ലെഗസി മീഡിയ ഇങ്ങനെ വളരെ കോർണർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ ഒരു ദൂഷ്യവശം കൂടിയില്ലേ? നമ്മൾ ഈ ഒട്ടും ഒതൻറ്റിക് അല്ലാത്ത ചില ആൾക്കാർക്ക് അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ? തീർച്ചയായും. അപ്പോൾ അത് ഒരു അറ്റ് സം സ്റ്റേജ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റിസൈസ് ചെയ്യാൻ, കുറ്റം പറയാം, അതുണ്ട്. പക്ഷേ അറ്റ് സം സ്റ്റേജ് നമുക്ക് വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് ആ റീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരിൽ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നവർ ആർ ദേ ഗെറ്റിംഗ് വാട്ട് ദേ ഡിസേർവ് എന്നൊരു ചോദ്യമാണ്. നമ്മൾ ചിലവും പറയില്ല യു ഡിസേർവ് ദ ഗവൺമെൻറ് ദറ്റ് യു വോട്ടഡ് ഫോർ എന്ന്. അപ്പോൾ അവർ തന്നെ സ്വയം വരുത്തി വെച്ചതാണോ? എന്തിനാണ് അവർ ഇപ്പം താങ്കൾ പറഞ്ഞ കേരളത്തിലെ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പ് സ്പ്രെഡ് ചെയ്ത് ആരാണെന്ന് ഒരു 10 ലിസ്റ്റ് നമ്മൾ പേര് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വെറുതെ കേസിൻ്റെ ഒന്നും പുറത്തല്ല, വെറുതെ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു 4 യൂട്യൂബ് ചാനൽസ് ഉണ്ടായിരിക്കും. തീർച്ചയാണ് അതിനകത്ത്. അതും ഈ 4 എണ്ണവും പിന്നെ ഒരു വ്യക്തിയും, ഈ 5 സ്ഥാനവും അവർ തന്നെ ആയിരിക്കും. 4 പേര്. പേര് പറയാൻ താല്പര്യം ഇല്ല, പേര് പറയാൻ താല്പര്യമില്ല. കാര്യം വേറൊന്നും കൊണ്ടില്ല. അല്ല, അത് മാത്രമല്ല, അതിൽ ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്തും കൂടെയാണ്, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ അടുത്ത ഉടനെ തിരിച്ചാൾ പറയും നിൻ്റെ സുഹൃത്തല്ലേ, നിന്നെ അവൻ്റെ ആളൂടെ കണ്ടു. ഇതാണ് പ്രശ്നം. നമ്മൾ ഈ ലെഗസി മീഡിയ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നു, അവരെ ഡിമോറലൈസ് ചെയ്യുന്നു, അവരെ ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിട്ട് കാണിക്കുന്നു. അല്ല, എന്തുകൊണ്ടാണ് നമ്മൾ ലെഗസി മീഡിയ അറ്റാക്ക് ചെയ്യുന്നത്? കാര്യം ലെഗസി മീഡിയ ഇപ്പോൾ ഇൻക്രീസിംഗ്ലി, പ്രത്യേകിച്ച് മാതൃഭൂമിയുടെ എഡിറ്റർ മനോജ് കെ ദാസ് എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജ് നോക്കുകയാണെങ്കിൽ ഞാൻ ഫേക്ക് ന്യൂസ് പറയുമെന്നല്ല പറയുന്നത്, അവർ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ്സും സോഷ്യൽ മീഡിയയുടെ ഫോർമാറ്റുമാണ്.
അതായത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു 200 വേർഡ്സ്, 200 വേർഡിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ഒരു സ്റ്റോറിയെക്കുറിച്ച്? അപ്പോൾ ഞാൻ പറയാം, നമ്മൾ വളരെ സൂപ്പർഫിഷ്യൽ ആവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഒരിക്കലും യു കനോട്ട് അണ്ടർ വാല്യൂ ന്യൂസ്. നമ്മൾ ചെയ്തത് നമ്മൾ ഈ ഡം ഡൗൺ ന്യൂസ് ഇതും സംഭവിച്ച 1990-കളിലാണ്, ഇപ്പോഴൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾ ന്യൂസിനെ ചീപ്പാക്കി, ന്യൂസിനെ ഡം ഡൗൺ ചെയ്തു, 300 വാക്കുകളിൽ കൂടുതൽ ആളുകൾ വായിക്കില്ല എന്ന് പറയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ പല ക്യാമ്പസുകളിൽ പോകുമ്പോൾ ഞാൻ ആ പ്രായത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾ അത് ഫാർ അഡ്വാൻസ്ഡ്, അവരുടെ റീഡിങ്ങിൻ്റെ ബ്രെഡ്ത്തും വിഡ്ത്തും ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വളരെ ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റ്, ഇപ്പം ഞാൻ പറയുന്ന സാധനം 200 വാക്കുകളിൽ വാർത്ത കൊടുക്കുകയാണെങ്കിൽ നണതും വിൽ റീഡ് ഇറ്റ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യാണ്. അത് മനോരമ ഇപ്പോൾ ഒരു കനേഡിയൻ ഡിസൈനറെ കൊണ്ടുവന്നാണ് റീഡിസൈൻ ചെയ്തത്. വളരെ നല്ല ഡിസൈനാണ്. പക്ഷേ ആ പത്രത്തിൽ എന്തുണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഒരു കാനഡയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ JNUവിലോ മറ്റെവിടെയെങ്കിലും ഒരു ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലോ കേരളത്തിൽ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ പത്രങ്ങൾ എന്താണ് അതിനകത്ത് ഓഫർ ചെയ്യുന്നത്? ഈ ലോറി കയറ്റവും ലോറി ഇടിച്ച് മരിക്കുകയും കള്ള് ഒഴിച്ച് തമ്മിലടിക്കുകയും ചെയ്യാതെ വാട്ട് ഈസ് ദ തിങ് ദാറ്റ് ദേ ഹാവ് ടു ഓഫർ എന്നുള്ള ചോദ്യത്തിന് ഇൻ്റലക്ച്വലി, ഞാൻ പറഞ്ഞ ഇൻ്റലക്ച്വലി ഉദ്ദേശിക്കുന്ന ഈ ഹൈഫൈ ഇൻ്റലക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ടെസ്റ്റിംഗ് ദം. ഒരു ചെറുപ്പക്കാരനെ ടെസ്റ്റ് ചെയ്യാനുള്ള എന്താണ് നമ്മുടെ ഇന്നത്തെ പത്രങ്ങളുള്ളതെന്ന് ഞാൻ ചോദിക്കാം. ഷുവർ, ഐ ജസ്റ്റ് ഹാവ് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ ഇതെല്ലാം പറയുന്ന സമയത്ത് ലെഗസി മീഡിയ എല്ലാം വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ എൻഡോസ് ചെയ്യുന്ന പോലെ ഡിജിറ്റൽ ചാനൽസിന് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ചാനൽസിന് എൻഡോസ് ചെയ്യുന്ന പോലെ ആവരുത് എന്നുള്ള രീതി കൊണ്ട് ചോദിച്ചാണ്. ഐ എം ഷുവർ ഓഡിയൻസിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. നമുക്ക് 15 മിനിറ്റോളം സമയമുണ്ട്. പ്ലീസ് റേസ് യുവർ ഹാൻഡ്, സമൺ വിൽ കം വിത്ത് ദ മൈക്ക്. കേരളത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇത്രയും ഭീകരമായ വിധത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലും ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണ് എന്നും പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആരോടാണ് ചോദ്യം എന്നും കൂടി പറയുകയാണെങ്കിൽ? ശ്രീകണ്ഠൻ നായർ സാറിനോടാണ് ചോദ്യം. അതിൽ ഇപ്പൊ സമാധി ഇരുത്തിയൊക്കെ ചെയ്തല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക്, ഉറൂസുകൾക്കും ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കുമൊക്കെ അമിതമായ പ്രാധാന്യം കൊടുത്ത് അതിനെ വലിയ ഒരു സംഭവമാക്കി അവതരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കില്ലേ? മറിച്ച് സാംസ്കാരിക വാർത്തകളെയൊക്കെ തമസ്കരിക്കുകയും അതിനെ വളരെ പ്രാധാന്യം കുറഞ്ഞ രീതിയിൽ സാംസ്കാരിക വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് മാധ്യമങ്ങളുടെ ഒരു അപജയമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. റഷ് ചെയ്യുന്നോണ്ടൊന്നും തോന്നരുത്, കൂടുതൽ ആൾക്കാർക്ക് ചോദ്യം താങ്കൾ പൊതുവിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ മാധ്യമങ്ങൾക്കും പങ്കുണ്ടായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഏറ്റവും ആധുനിക സാങ്കേതിക സാധ്യത വെച്ച് നമ്മൾ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ തേങ്ങ അടിച്ചിട്ട് വിക്ഷേപിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് അത് തേങ്ങ അടിക്കാൻ 24 ആണ് അവർ ആ ശാസ്ത്രജ്ഞനെ പ്രേരിപ്പിച്ചതെന്ന് താങ്കൾ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രവുമല്ല, ഒരാൾ കിടന്ന് മരിക്കുന്നത് കണ്ട് പരിചയിച്ച് നമ്മൾ ഒരാളെ ഇരുത്താൻ തീരുമാനിച്ച് ഇയാളെ കിടത്തണമെന്നൊരു മാർച്ച് നെയ്യാറ്റിൻകരയ്ക്ക് ആരും നടത്തിയില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഞാൻ നിങ്ങളോട് ഞാൻ തുറന്നു പറയുകയാണ്, നമ്മുടെ സംസ്ഥാനം ഭരിച്ച EK നായനാരോട് ഞാൻ സ്വകാര്യ സംഭാഷണത്തിലൊരു ചോദ്യം ചോദിച്ചു. അതായത് എൻ്റെ ഞാനിന്ന് റേഡിയോ സ്റ്റേഷനിലായിരുന്നു ജോലി. ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാനൊരു മലമുടിയിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു അന്ധവിശ്വാസ ജടിലമായ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങേപ്പോലൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പാടുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചത്, 10 ലക്ഷം പേര് അപ്പോൾ അവിടെ നിൽപ്പുണ്ടോ, ഇവരെയൊക്കെ താൻ എന്ത് പറഞ്ഞ് മടക്കി വിടുമെന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് പോലും പറ്റുന്നില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു ആയിരുന്ന EK നായനാർക്ക് പോലും പറ്റാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വ്യവച്ഛേദിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇതുപോലുള്ള വിശ്വാസങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വിശ്വാസികൾ എണ്ണം എടുത്ത ആകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 85 ലക്ഷം വീടുകളിലെ കേരളത്തിൽ കേബിൾ എത്തിയിട്ടുള്ളൂ. അതിനേക്കാളും കൂടുതൽ വിശ്വാസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ വിശ്വാസികൾ ഞാൻ താങ്കളോട് വളരെ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ താങ്കൾ കരുതുന്നൊരു വിശ്വാസിയല്ല.
പക്ഷേ ഞാൻ ഒരിക്കലും ഒരാളിൻ്റെ വിശ്വാസം വ്രണപ്പെടുത്താൻ ഞാൻ ഒരു ടെലിവിഷൻ ഫ്ലോറിൽ ഇറങ്ങി തിരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് താങ്കൾക്ക് മനസ്സിലാവും. അപ്പോൾ അതേസമയം ഈ മാധ്യമങ്ങൾക്ക് ചില്ലറ ജോലിയുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ മാധ്യമങ്ങൾ പണിയെടുത്തുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ അന്ധവിശ്വാസം പ്രചരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിച്ചു തരാനും പറ്റില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എസ്കേനോടാണ് ചോദ്യം. ഇപ്പം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ലെഗസി മീഡിയയുടെ സ്വാധീനം, അത് വാർത്ത എങ്ങനെയാണ് പുറത്തുവിടുന്നത്, അതുപോലെ തന്നെ ചാനലുകളും ഡെസ്കിലൂടെ കടന്നാണ് വാർത്ത വരുന്നത്. പക്ഷേ ഈ രണ്ട് സ്രോതസ്സിലൂടെ പുറത്തു വരുന്ന വാർത്തകളിലും താല്പര്യബന്ധിതമായ വാർത്തകൾ പുറത്തു വരുന്നില്ലേ? അത്തരം ഈ മാധ്യമങ്ങൾ ലെഗസി മീഡിയ ആയാലും ചാനലുകളായും അവരുടെ ഈ ക്യൂറേറ്റഡ് വാർത്തകളിലും താല്പര്യങ്ങൾ കടന്നു വരാറില്ലേ? അങ്ങനെ പലപ്പോഴും പൊതുജനങ്ങൾക്ക് തോന്നുന്നതിൽ എന്താണ് തെറ്റ്? രണ്ടാമത് ഒരു ചോദ്യം രാജഗോപാൽ സാറിനോടാണ്. താങ്കൾ ഇപ്പം ഏറ്റവും ഒടുവിൽ പറഞ്ഞു 200 വാക്കുകളിൽ എന്ത് വാർത്തയാണ് പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കുക, ആളുകൾ എങ്ങനെയാണ് വാർത്തകൾക്കുള്ളിലേക്ക് കടക്കാൻ പറ്റുക, ആ സ്റ്റോറിക്ക് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ നമുക്കറിയാം, നമുക്ക് സമയമാണ് എല്ലാറ്റിനും പ്രധാനം, സമയമില്ല ഒന്നിനും. അങ്ങനെ വരുമ്പോൾ ഇത്തരം വലിയ പരമ്പരകളായിട്ടുള്ള വലിയ സ്റ്റോറി എത്രമാത്രം ആളുകൾ വായിക്കപ്പെടുന്നുണ്ട് എന്ന് ഇപ്പോൾ 90കളിലല്ല, ഇപ്പം 2025. അപ്പോൾ സമയം അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും ചുരുക്കി ആ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനല്ലേ ഈ കാലത്ത് പരിശ്രമിക്കേണ്ടത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ലേഔട്ടും ഡിസൈനും പ്രിൻറ്റിങ് ടെക്നോളജി അതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്റ്റൈല്, റൈറ്റിംഗ് സ്റ്റൈൽ ഇപ്പോഴും വി ആർ ട്രാപ്ഡ് ഇൻ ദ ഏർലി 19th century. അപ്പോൾ താങ്കൾ പറഞ്ഞ തീർച്ചയായിട്ടും 200 വാക്കുകളെ നമുക്ക് ആ സമയമേ നമുക്ക് ഒരു വായനക്കാരൻ തരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രയും ഇമ്പാക്റ്റോടുകൂടി എങ്ങനെ പറയാം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം 1000 words വേണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ ചെയ്ത ഡിസൈൻ 200 വാക്കാക്കിയിട്ട് വാർത്തകൾ പഴയതുപോലെ തന്നെയാണ്. ഒരു മിനിറ്റ് സമയമെടുത്ത് ഞാൻ പറയാം. ഇന്നൊരു വാർത്തയുണ്ടായിരുന്നു, രാജീവ് കുമാർ എന്ന് പറഞ്ഞ പഴയ നീതി ആയോഗത്തിൻ്റെ അദ്ദേഹം ഇന്നലെ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു രൂപയുടെ മൂല്യം തകരുന്നതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല, കാര്യം ഒരുപാട് എക്സ്പോർട്ട് പോകുന്നു. ശരിയാണ്, എക്കണോമിക്സിൽ അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പാരഗ്രാഫും കൂടെ അവർ ആഡ് ചെയ്യേണ്ടതല്ലേ? കേരളത്തിലെ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുമ്പോൾ രൂപയുടെ മൂല്യം ഇടയുകയാണെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയും ബാങ്ക് ലോൺസും എടുത്തവരുടെയും എന്തുമാത്രം അവരുടെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. ഒരു വരി ആ 200-നകത്ത് ഒരു വരി അത് ആഡ് ചെയ്യേണ്ടതല്ലേ? അതുപോലെ അവർ ആഡ് ചെയ്യേണ്ടതല്ലേ 2014 മുമ്പ് രൂപയുടെ മൂല്യം താഴുമ്പോൾ നരേന്ദ്രമോദി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അതൊന്ന് പറയണ്ടേ? അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ 200 വാക്കിനകത്ത് അതിനും കൂടെ ഇടം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ദർ ഇസ് സംതിങ് ഫണ്ടമെൻ്റലി റോങ് വിത്ത് അവർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമുക്കൊരു ഭാഗ്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊരു ഏതെങ്കിലും ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ മുതലാളി വിചാരിച്ചാൽ നമുക്കൊരു വാർത്ത തമസ്കരിച്ച് വെക്കാമായിരുന്നു, മൂടി വെക്കാമായിരുന്നു. ഇപ്പോൾ കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇത്രയും ടെലിവിഷൻ ചാനലുകളുണ്ട്, വാർത്താ സ്ഥാപനങ്ങൾ വേറെ ഒരുപാടുണ്ട്. ഒരു വാർത്ത ഏതെങ്കിലും ഒരു സ്ഥാപനം ഇപ്പോൾ പ്രധാനപ്പെട്ടത് മൂടി വെച്ചാൽ തൊട്ടടുത്ത നിമിഷം അടുത്ത വാർത്താ ചാനലിൽ ഫസ്റ്റ് ഇൻ ഏഷ്യാനെറ്റ് ന്യൂസ് ഓർ ഫസ്റ്റ് ഇൻ 24 ഓർ ഫസ്റ്റ് ഇൻ മാതൃഭൂമി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് വാർത്ത വരും. ഏറ്റവും ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, വാർത്തകൾ ഒരു രീതിയിലും മൂടി വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിലിപ്പോഴുള്ളത്. ഒരു വലിയ പരിധിവരെ മത്സരം കൊണ്ട് വന്നാണ്. താങ്കൾ പറയുന്നത് പോലെ നമുക്ക് ഒരു വാർത്ത കൊടുക്കണ്ട എന്ന് വിചാരിച്ചാൽ കൊടുക്കാതൊക്കെ ഇരിക്കാം. പക്ഷേ കൊടുക്കാതിരുന്നാൽ ഈ വാർത്ത ഒരിക്കലും നമ്മുടെ നാട്ടുകാർ അറിയാതെ പോകില്ല, അവർ അടുത്ത ചാനലിലൂടെ വാർത്ത കാണും. അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ ഇവരുടെ കട്ടയും മുടം മടങ്ങും, മറ്റേ ചാനലുകാർ കയറി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പത്രം പണ്ട് ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് തന്നെ അറിയാം, ഞാനും കേരളത്തിലെ ചില പത്ര സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെയൊക്കെ ചില വാർത്തകൾ ചില സമ്മർദ്ദതന്ത്രം കൊണ്ട് ചില പറയുമ്പോൾ ചില വാർത്തകൾ അവർ കൊടുക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത് ആലോചിച്ചാൽ അവർക്കത് കൊടുക്കാതിരിക്കാൻ പറ്റത്തേയില്ല. അതുകൊണ്ട് താങ്കൾ ഭയപ്പെടുന്ന കാര്യം ഇന്ന് സംഭവിക്കാൻ വലിയ പാടാണ്. കാരണം ഇതൊരു വല്ലാത്ത മത്സരവേദിയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിലൂടെയാണ് കേരളത്തിൽ വളരെ കൂടുതൽ സജീവമായത് ഏഷ്യാനെറ്റിന് ശേഷം. പക്ഷേ ഞാൻ നിങ്ങളോട് വളരെ തുറന്നു പറയുന്നൊരു കാര്യം, ഫ്ലവേഴ്സ് വന്നിട്ട് ഇപ്പോൾ 2015-ലാണ് ഫ്ലവേഴ്സ് സംപ്രേഷണം ആരംഭിക്കുന്നത്. ഒരു ചേഞ്ചുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ അത് കൊണ്ടുവരുമ്പോൾ എനിക്ക് പണമില്ല കാര്യമായിട്ടെന്നുള്ള ടെൻഷനല്ലാതെ ഒരുപാട് ടെൻഷൻ എൻ്റെ മനസ്സിനെ ബാധിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഓരോ സെക്കൻഡിലും എനിക്ക് ടെൻഷനാണ്. കാരണം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഭരണത്തിലിരിക്കുന്നവരോ ഭരണത്തിന് പുറത്തോ ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു വാർത്ത കൊടുത്താൽ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ മരിച്ചുപോയ അച്ഛൻ മുതൽ 10 തലമുറയ്ക്കപ്പുറത്തുള്ള ആളുകളെക്കുറിച്ച് പോലും ആളുകൾ എഴുതി പിടിപ്പിക്കും. അപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ചും ഒക്കെ വാർത്തകൾ നിങ്ങൾ വായിച്ചാണ് പടം വെച്ച്. ഇന്ന് എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അതായത് കേരളത്തിലെ സ്ത്രീകളെ അപഹസിക്കാനും
കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച് എന്തും പറയാമെന്ന പുരുഷന്മാരുടെ ധാരണയ്ക്ക് അവൻ്റെ ചങ്കിന് ഇന്നൊരു ഇടി കിട്ടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു നെറികെട്ടവൻ സോഷ്യൽ മീഡിയയിൽ വഴി എൻ്റെ കുടുംബത്തിലുള്ള ചില അംഗങ്ങളെക്കുറിച്ച് വളരെ മോശമായി പ്രചരിപ്പിച്ച ഒരുത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും അയാൾ റിമാൻഡിൽ കുറച്ച് ദിവസം കിടക്കും. കാരണം ആ SHO ഇന്ന് അല്പം മുമ്പ് എന്നോട് പറയുകയായിരുന്നു, ഏതാണ്ട് 40-40 പേർക്കെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ വൃത്തികെട്ട കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും ഈ മനുഷ്യനെ നിയമം പിടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ്. ഞാനപ്പോൾ SHOയോട് പറഞ്ഞു, ഒരു സ്ത്രീ തീരുമാനിച്ചിറങ്ങിയാൽ അവരുടെ ഭാഗത്ത് ന്യായയുക്തികൾ ഉണ്ടെങ്കിൽ ഒരു പുരുഷൻ്റെ ജീവിതം കട്ട പുകയാക്കാൻ കഴിയും എന്ന് നിങ്ങൾ അത്യാവശ്യം തെളിയിച്ചു കൊടുക്കൂ, മറ്റുള്ള സ്ത്രീകൾ രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു. കാരണം പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം കുഴപ്പക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഞാൻ എടുത്തിട്ടുള്ള ഈ ആയുധം താഴെ വെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ തന്നെ ടെലിവിഷനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഭയക്കേണ്ട കാര്യമില്ല, വാർത്തകൾ പുറത്തു വരിക തന്നെ ചെയ്യും. നമുക്ക് ഒരു ചോദ്യത്തിനും കൂടി സമയമുണ്ട്. ഒരു ചോദ്യം കൂടി. SKN പറഞ്ഞു നിർത്തിയതിനോടാണ്, എൻ്റെ പേര് പ്രേംകുമാർ എന്നാണ്, പറഞ്ഞു നിർത്തിയതിനോട് പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള മത്സരത്തിനകത്ത് വളരെ ചെറിയ കാര്യങ്ങളെ നിങ്ങൾ തമ്മിൽ തർക്കങ്ങളുള്ളൂ, അല്ലാത്തതൊക്കെ എല്ലാവരും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിനെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്കാരെ മുഴുവൻ ഒരു സൈനിക വിമാനത്തിൽ ഇവിടെ കൊണ്ടുവന്നിറക്കി എന്നുള്ളത്. മറ്റ് നമ്മളെക്കാൾ ചെറിയ രാജ്യങ്ങൾ വിമാനം തിരിച്ചയച്ചിട്ടുണ്ട്. എല്ലാ ചാനലിലും വരുന്ന ആ വിമാനത്തിൻ്റെ വലിപ്പത്തിനെ പറ്റിയിട്ടുള്ള വാർത്തകളാണ്. എന്ത് പട്ടേലയുടെ സെന്റിനമാണെന്ന് പറയുന്ന പോലെ ആ കാര്യത്തിൽ ചാനലുകൾ തമ്മിൽ തർക്കമില്ല. നിർമ്മലാ സീതാരാമൻ്റെ സാരിയുടെ കളറ് തന്നെയാണ് സകല പത്രങ്ങളിലും ചാനലുകളിലും വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ള തർക്കം എന്നുള്ളത് വളരെ വളരെ ചെറിയ കാര്യങ്ങളിൽ മാത്രമാണ്. നിങ്ങൾ മത്സരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അഡ്രസ് ഇല്ലാതെ തെറി പറയുന്ന ആളുകളോടാണ്. ലെഗസി മീഡിയയോടല്ല അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് വലിയൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സമയമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. അതായത് ഞാൻ ആരെയും പരിഹസിക്കാൻ വേണ്ടി പറയല്ല, ബെല്ലി ലാൻഡിങ് എന്നുള്ളത് തിരക്കിൽ ബെല്ലി ഡാൻസ് എന്ന് പറഞ്ഞു പോവുകയാണ്. ഫോം വിരിക്കുമെന്ന് പറയുമ്പോൾ അവതാരകന് പെട്ടെന്ന് തോന്നുന്നത് ഫോം ബെഡാണോ എന്ന് ചോദിച്ചു പോവാണ്. തിരക്ക് കാരണം, സമയമില്ലായ്മ കാരണം. ഈ ധൃതിയും സോഷ്യൽ മീഡിയ കൗണ്ടർ ചെയ്യാനുള്ള ശ്രമം നിങ്ങളിങ്ങനെ വല്ലാണ്ട് താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സങ്കടമുള്ള ഒരാളാണ് ഞാൻ. അത് ചെയ്യരുത്. ലെഗസി മീഡിയയിലേക്ക് നോക്കി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. പ്രേംകുമാർ ടെലിവിഷൻ ചാനലിലൊക്കെ വരുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ ചർച്ചകളിലൊക്കെ കാര്യമായിട്ട് പങ്കെടുത്ത അന്തി ചർച്ചകളിലേക്ക് ഒരു ആസ്ഥാന നായകൻ തന്നെയാണ് അദ്ദേഹം. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാര്യം അദ്ദേഹത്തിന് അപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കാണും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അമേരിക്കയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, അവിടെ താമസിക്കുന്ന PR ഒക്കെ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അവരെയൊക്കെ വണ്ടി കയറ്റി വിടാൻ ട്രംപ് തീരുമാനിക്കുന്നു. ഈ വാർത്ത യഥാർത്ഥത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റിൽ ആളുകളെ കയറ്റിവിടുന്ന തീരുമാനിച്ചപ്പോഴും അതുപോലെ വൃത്തികെട്ട ഒരു കാരാഗ്രഹത്തിലേക്ക് നമ്മുടെ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ചും ഈ ക്രിമിനലുകളായിട്ടുള്ള ആളുകളെയൊക്കെ താമസിപ്പിക്കാനുമൊക്കെ ട്രംപ് തീരുമാനിച്ചപ്പോൾ മധു കൊട്ടാരക്കര എന്ന് പറഞ്ഞ ഞങ്ങളുടെ അമേരിക്കൻ പ്രതിനിധി വളരെ വിശദമായിട്ട് ഈ വാർത്ത രാവിലെ കൊടുത്തിരുന്നു. നിർഭാഗ്യവശാൽ പ്രേംകുമാർ അത് കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ആ വാർത്ത പിന്നീട് കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറ്റുള്ള വാർത്താ ചാനൽ വന്നത്. ഈ നേരിയ വ്യത്യാസം എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ചില വാർത്തകൾ തമ്മിൽ നേരിയ വ്യത്യാസമായി കാണാം. പക്ഷേ വാർത്തകൾ അത് സത്യസന്ധമാണെങ്കിൽ അത് വ്യത്യാസമില്ലാതെ തന്നെ, പക്ഷേ ഒരു വാർത്ത തന്നെ വേറൊരു ചാനൽ അതേ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. അതേസമയം വാർത്തകൾ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന വാർത്താ പ്രേക്ഷകരാണ് നമ്മൾ. പ്രേംകുമാർ പറയുന്ന ഒരു നേരിയ വ്യത്യാസം എന്ന് പറയുന്നത് അമേരിക്കയിൽ ട്രംപ് നടത്തുന്ന അമേരിക്കയുടെ നയം, ഇന്ത്യ അതിനോട് കാണിക്കുന്ന കാഴ്ചപ്പാട്, ഇതൊക്കെ നമ്മൾ വളരെ നിശ്ചിതമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് താങ്കൾ കണ്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാണാതെ പോകുന്ന സമയക്കുറവായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തരാം. പണ്ട് ഇപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൽ കുറേ കാലം ജോലി ചെയ്ത ആളാണ്. ഏഷ്യാനെറ്റിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് ഒരു വാർത്ത കൃത്യമാണോ, സത്യസന്ധമായിട്ടുള്ളൊരു വാർത്തയാണോ, അതിനകത്തൊരു ഫാക്റ്റ് ഉണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു വാർത്തയുടെ നിജസ്ഥിതി പരിശോധിച്ച് പ്രക്ഷേപിക്കുകയും അച്ചടിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് നിൽക്കുന്നത് കൊണ്ട് ചില മേജർ പിഴവുകൾ ഉണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ചെറിയ മേജർ പിഴവുകൾക്ക് ജനം കൊടുക്കുന്ന വില വളരെ വലുതുമാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ആ ഫേക്ക് ന്യൂസിൻ്റെ സ്റ്റോറി എഴുതിയത്. എല്ലാ മാധ്യമങ്ങളിലും വന്നു, പേജ് 1 വന്നു, കറൻസി നിരോധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പ്രേംകുമാർ ഞാനും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം രജിസ്ട്രാർ ഓഫീസുകളിലും ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല.
ആൾക്കാർ വലയുവാണ്. അത് തന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു ചാനൽ ആങ്കർ അതും ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പം തള്ളു കാണുന്ന ആൾക്കാർ കരുതരുത്. ശരിക്കും കേരളത്തിലെ പത്രങ്ങൾ ചെയ്താത്ത ഒരു കാര്യമാണ് അന്ന് ചെയ്തത്. കാരണം ഇതൊരു പരസ്യമാണ് ഈ വരുന്നതെന്ന് ആൾക്കാർക്ക്, വായനക്കാർക്ക് മനസ്സിലില്ല. ഞാനും ആദ്യം വായിച്ചപ്പോൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഈ പത്രങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് 24-ൽ വാർത്ത പറഞ്ഞ ആളാണ് ഞാൻ. എന്ന് മാത്രമല്ല, മാതൃഭൂമി MV ശ്രേയംസ് കുമാറിൻ്റെ പത്രാധിപത്യത്തിൽ നടക്കുന്ന മാതൃഭൂമിയും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു, ക്ഷമ പറഞ്ഞു ആ പത്രം എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ ജനം കൊടുത്തൊരു വിലയും കൂടി അവിടെയുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. തീർച്ചയായിട്ടും നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിർത്തുവാണ്. പക്ഷേ ഈ രണ്ടുപേരും ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ പിടിക്കാം. താങ്ക്സ്.